ഇന്നോവേറ്റീവ് ഐഡിയാസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അതിലൂടെ സ്റ്റുഡൻസിന് ഇടയിൽ തന്നെയുള്ള ടാലൻസിനെ പുറത്തു കൊണ്ടുവന്ന് ചേഞ്ച് മേക്കേഴ്സ് ആക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വേൾഡിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. സോ റിയൽ വേൾഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ റിയൽ വേൾഡ് പ്രോബ്ലംസിനെ നമ്മൾ അറൌണ്ട് ഒരു 27 തീമാറ്റിക് ഏരിയാസിലാണ് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതിലെ 27 തീംസ് റിലേറ്റ് ചെയ്തിട്ടും നമ്മൾ തീമാറ്റിക് ഏരിയ ടോക്സ് അല്ലെങ്കിൽ തീമാറ്റിക് ടോക്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി ടോപ്പിക് ഇസ് എ മേജർ ടോപ്പിക് നമ്മുടെ വാട്ടർ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അതാത് ഏരിയാസിലെ ഡൊമൈൻ എക്സ്പേർട്സിനെ തന്നെയാണ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യാറ്. ഇന്ന് നമ്മോടൊപ്പം എക്സ്പേർട്ടായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്പീക്കർ ഡോക്ടർ സുജ ആർ മാം ആണ്, പ്രൊഫസർ ഫ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടർ ഹിൽ, ട്രിവാൻഡ്രം. ആൻഡ് മാമിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും കൃത്യമായിട്ട് ഈ പറയുന്ന വാട്ടർ മാനേജ്മെന്റ് തീം റിലേറ്റഡ് തന്നെയാണ്. ഇതിനു മുന്നേ she's a professor in civil engineering and coordinator in Translational Research Center at GEC Barton Hill College, and she graduated from TKM College of Engineering and did her PG from CET and PhD from University of Kerala and Central Water and Power Research Station Punelum Irrigation Departmentilum ഒക്കെ മാം വാട്ടർ മാനേജ്മെന്റ് റിലേറ്റഡ് തീമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു മാം തന്നെ ആയിരിക്കും നല്ലൊരു റിസോഴ്സ് പേഴ്സൺ നമുക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ട് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനും അതിലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത് ന്യൂ ഐഡിയാസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സൊല്യൂഷനിലോട്ട് തന്നെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് സ്റ്റുഡൻസിന് പറഞ്ഞു തരാനുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഡോക്ടർ സുജ മാം ഫോർ ദിസ് സെഷൻ ആൻഡ് വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. മാം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ മാം? സുജ മാം കേൾക്കാമോ? ഡിലേ ഒക്കെ ഓക്കെ. നമുക്ക് തീമാറ്റിക് ടോക്സിൽ ഇന്ന് നമ്മുടെ എക്സ്പെർട്ട് ആയിട്ടുള്ളത് വാട്ടർ മാനേജ്മെന്റ് തീമാറ്റിക് ഏരിയയിലെ ഡോക്ടർ സുജ ആർ മാം ആണ്, പ്രൊഫസർ ഫ്രം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടർ ഹിൽ, ട്രിവാൻഡ്രം. അപ്പോൾ മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, വെൽക്കം മാം ആൻഡ് വെൽക്കം സ്റ്റുഡൻസ് ഫോർ ദി തീമാറ്റിക് ടോക്ക് സെഷൻ. Okay, thank you. Let me first of all apologize for the delay, which is the technical which actually my laptop all of a sudden it was not starting, so I managed another laptop. Somehow I managed and I'm starting that, but I'm not able to share still now. Let me see. Okay. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോഴും. സെലക്ട് വിൻഡോ ഓർ സ്ക്രീൻ കിടക്കുവാണ്. ഓക്കെ, ഓക്കെ. ഇപ്പം കാണാമോ? ഇപ്പൊ കാണാം. ഓക്കെ, ഫുൾ സ്ക്രീൻ കാണാമല്ലേ? കാണാമോ? കാണാം. ഫുൾ സ്ക്രീൻ ആയിട്ടില്ല. ഫുൾ സ്ക്രീൻ ആയി ഇതിനകത്തായി. ഫ്രം ബിഗിൻ അല്ല മാം, അത് ഷെയർ ചെയ്തിരിക്കുന്ന മാം സ്ലൈഡ് ഷോ വിൻഡോ അല്ല മാം. സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് ആയിട്ടേക്കുന്നത് അല്ല മാം. മാം ഷെയർ ചെയ്തത് സ്ലൈഡ് ഷോ വിൻഡോ അല്ല ചൂസ് ചെയ്തിരിക്കുന്നത്, ഷെയറിംഗ് ഓപ്ഷന്റെ അകത്ത്. ഓക്കെ, ഷെയറിനകത്ത് സെലക്ട് വിൻഡോ ഓർ സ്ക്രീൻ, അപ്പൊ അത് കിടക്കുമ്പം ഈ അലോ എന്ന് പറയുന്നത് ഡിസേബിൾഡ് ആയിട്ട് കിടക്കും. എൻറ്റയർ സ്ക്രീൻ കൊടുക്കാം അല്ലെ? അപ്പൊ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ ഫുൾ കാണാം. ഫുൾ കാണാം അല്ലെ? ഞാൻ സ്ലൈഡ് ഷോയിലോട്ട് ഇപ്പൊ കാണാമോ? ചെയ്യുന്നുണ്ടോ? മാറുന്നുണ്ടോ? ഓക്കെ. എല്ലാരും ഐ തിങ്ക് ദ ഓഡിയൻസ് ഈസ് ഓൾ എല്ലാരും മലയാളികളാണോ? അതെ, മലയാളമാണ് എന്റെ പ്രിഫേർഡ് മീഡിയം. മലയാളികളാണ്. ഓക്കെ, മലയാളമാണോ പ്രിഫേർഡ് മീഡിയം? ഓക്കെ, അപ്പൊ എളുപ്പമായി.
Okay, so let me start with water management and conservation. Because this is a talk specifically for KDISC and for the students, so this will be a gradual transition, like how do we define the problem statements and how we come to the real world innovation. So before that, നമുക്ക് ആദ്യം വാട്ടർ മാനേജ്മെന്റ് എന്താണ്, അല്ലെ എന്തിനാണ് വാട്ടർ മാനേജ്മെന്റ് ഒരു ആവശ്യം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അപ്പം കുറെ പേർക്കൊക്കെ ഇത് അറിയായിരിക്കും, എന്നാലും ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. വൈ വാട്ടർ മാറ്റേഴ്സ് ദീസ് ഡേയ്സ്, സ്പെസിഫിക്കലി ദീസ് ഡേയ്സ് വൈ ഇറ്റ് മാറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഈ വാട്ടർ സൈക്കിൾ ഒക്കെ നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, കളക്ഷൻ ആൻഡ് റൺ ഓഫ്, ഇതെല്ലാം ഈ ഒരു രീതിയിൽ വീണ്ടും ഇത് റീസൈക്കിൾ ചെയ്ത് ഇതേ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ, നമ്മുടെ ലൈഫ് ആൻഡ് ഹെൽത്ത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഡ്രിങ്കിങ് വാട്ടർ, ടു വാട്ടർ ആണ്. പിന്നെ നമ്മുടെ ആഹാരം അതിനകത്ത് നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുന്നു. ഇൻഡസ്ട്രി ആൻഡ് ജോബ്സ്, മാനുഫാക്ചറിങ്, പവർ, കൺസ്ട്രക്ഷൻ, എല്ലാത്തിനകത്തും നമുക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ എക്കോസിസ്റ്റംസ്, റിവർ, വെറ്റ്ലാൻഡ്സ്, ഫോറസ്റ്റ്, ദേ ഓൾ റിലൈ ഓൺ വാട്ടർ ഫ്ലോ ടു സ്റ്റേ ഹെൽത്തി. അപ്പം ഇതൊരു സൈലന്റ് സപ്പോർട്ടർ ആണ്. Because it is silent, sometimes we tend to ignore that. അപ്പം why water management? Like this is a resource under pressure. Why it is a resource under pressure? Just let me tell some statistics also. അതായത് നമ്മുടെ full earthil ഒരു less than 1% of water is usable fresh water. നമ്മളെല്ലാവരും വെള്ളമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതിൽ 1% താഴെയുള്ള വെള്ളം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ 2 billion people, more than 2 billion people, they lack safely managed drinking water. ഇപ്പൊ നമ്മളൊക്കെ 24/7 നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുവാണ്. കുറച്ചു നേരം വെള്ളം കിട്ടിയില്ലേ നമ്മൾ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആകാറുണ്ട്. ജസ്റ്റ് ഇമാജിൻ 2 billion people, more than that, they lack safely managed drinking water. അതിൽ തന്നെ ഈ 70% ഓഫ് ഫ്രഷ് വാട്ടർ നമ്മൾ എടുക്കുന്നത് ദാറ്റ് ഗോസ് ടു അഗ്രികൾച്ചർ ആക്ച്വലി. അപ്പം നമുക്ക് കുടിക്കാനും നമ്മുടെ ഡെയിലി യൂസിന് കിട്ടുന്ന വെള്ളം എത്ര കുറവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഇൻഫിനിറ്റ് റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത്രയും നാളും അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ കേസ് നൗ. അപ്പൊ ഇത് ജസ്റ്റ് ഈ ഒരു കമ്പാരിസൺ നോക്കിയാൽ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു വാട്ടർ അവൈലബിലിറ്റി ആണ് പറയുന്നത്. അതായത് ഒരു പോപ്പുലേഷന്റെ ഒരു ഡിമാൻഡ് ആയിരുന്നു നമ്മൾ പറയുന്നത്. പെർ ക്യാപിറ്റ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളം മീറ്റർ ക്യൂമെക്സിൽ, അതായത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് പെർ ഡേ പെർ പേഴ്സൺ, അതാണ് ഈ കണക്ക്. അതായത് 1951 നമുക്ക് 5177 ക്യൂമെക്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 2021 1486, അത്രയ്ക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ട്. ഇനി അത് പ്രൊജക്ഷൻ വന്നേക്കുന്നത് 2031 2031 1360, ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് മാനേജ്മെന്റ്, നമ്മൾ എപ്പോഴാണ് മാനേജ് ചെയ്യുന്നത്, നമ്മുടെ റിസോഴ്സസ് കുറച്ച് ഫൈനൈറ്റ് ആവുമ്പോഴാണ് നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വാട്ടർ മാനേജ്മെന്റും ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ്. ഇതിപ്പോ ഒരു ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സും ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കേരളത്തിലോട്ട് വരുമ്പം കേരളത്തിൽ ഭയങ്കര ഒരു പാരഡോക്സ് പറയുന്ന പോലെയാണ്. കാരണം നമുക്ക് 44 റിവേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ റിവർ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ്. 44 റിവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ മഴയുടെ ആവറേജ് നോക്കുമ്പോൾ ഒരു 3000 മില്ലിമീറ്റർ റെയിൻഫോൾ ഒക്കെ പലപ്പോഴും കിട്ടുന്നതാണ്. ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ ഉണ്ട്, 590 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് കോസ്റ്റ് ലൈൻ ഉണ്ട്. എവിടെ നോക്കിയാലും നമുക്ക് ബാക്ക് വാട്ടേഴ്സ് കാണാൻ കിട്ടും കുറേ സ്ഥലത്ത്. പിന്നെ നമുക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്, നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ്, നമ്മുടെ ഒരു ഈസ്റ്റേൺ വോൾ പോലെയുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റിയും വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്താ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ജാനുവരി ടു ഡിസംബർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു ജൂൺ ജൂലൈ ഒക്കെ നമുക്ക് നല്ലതായിട്ട് മഴ കിട്ടും, പിന്നെ താഴ്ന്നു വരും. ഇങ്ങനെയാണ്. ജാനുവരി ഒക്കെ ആകുമ്പോൾ വളരെ കുറവായിരിക്കും. ഈ രീതിയിലാണ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ ജൂലൈ എന്നുള്ളത് കുറച്ചൊക്കെ ഓഗസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം most rain arrives in a short monsoon window, leaving many dry months. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്,
ഇതെല്ലാം ഓൾമോസ്റ്റ് ഡ്രൈ മന്ത്സ് ആണ്. ഡിസംബറിലും ഡ്രൈ മന്ത് ആയിട്ടാണ് വരുന്നത്. ഇതൊരു റുട്ടീൻ, നമ്മുടെ ഒരു പാറ്റേൺ ഇതായിരുന്നു, റെയിൻഫോൾ പാറ്റേൺ. ഇതിനകത്ത് പാരഡോക്സ് എന്ന് പറയുന്നത്, മഴ നോക്കുമ്പം വി ആർ നോട്ട് ഷോർട്ട് ഓഫ് റെയിൻ, ബട്ട് വാട്ട് വി ആർ ഷോർട്ട് ഓഫ് മാനേജിങ് ദാറ്റ് റെയിൻ. അപ്പൊ ഇതിനകത്ത് ഒരു രണ്ട് സെയിം ഡിസ്ട്രിക്ട്സ് which are hit by both severe floods, that same district has summer water scarcity also. അപ്പം ഇഷ്ടംപോലെ നമുക്ക് ഫ്ലഡിങ് ഉണ്ടായ സമയമാണ് 2018, 2019 ഒക്കെ. പക്ഷെ അതേ ഡിസ്ട്രിക്ട്സ് ഒക്കെ നമ്മൾ നോക്കുമ്പം ഒരു സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് അത് സ്കാർസിറ്റിയിലോട്ട് പോകുന്നു. അപ്പം നമ്മൾക്ക് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൗ ഡു വി ഗെറ്റ് മോർ വാട്ടർ എന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഹൗ ഡു വി മാനേജ് ദ വാട്ടർ വി ഓൾറെഡി ഹാവ്. സോ there comes the importance of management. അപ്പൊ Kerala gets more rain than most Indian states, yet many of its districts face acute water shortage every summer. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, abundant rainfall does not automatically mean water security. നമുക്ക് ഒത്തിരി മഴ കിട്ടുന്നു, അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ എല്ലാ വാട്ടർ സെക്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് നമ്മൾ വിശ്വസിച്ചൂടാ. കാരണം ഇറ്റ് ഈസ് നോട്ട് വെൽ മാനേജ്ഡ്. അപ്പൊ then എന്തുകൊണ്ടാണ് ആ മാനേജ്മെന്റ് ഗ്യാപ്പ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നെന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിലെ വിഡ്ത്ത്, ടോട്ടൽ സ്റ്റേറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കമ്പയർഡ് ടു ദി അതർ സ്റ്റേറ്റ്സ് വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ഹൈലാൻഡ്, മിഡ്ലാൻഡ്, പിന്നെ ലോലാൻഡാ. അപ്പൊ ഈ ഹൈലാൻഡിൽ നിന്ന് ലോലാൻഡ് വരെ വരാനും കടലിലോട്ട് വെള്ളം ഒഴുകി പോകാനും ശരിക്കും നമുക്ക് കുറച്ച് മണിക്കൂർ മതി. സാധാരണ മറ്റ് സ്റ്റേറ്റിലൊക്കെ ഇത് കുറേ ദിവസം എടുത്താണ് പതുക്കെ ഈ കടലിലോട്ട് ഒഴുകി പോകുന്നത്. ഇവിടെയാണ് കുറച്ച് മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന്, വളരെ സ്റ്റീപ്പ് സ്ലോപ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഈ മഴ അങ്ങ് ഒഴുകി അങ്ങ് കടലിലോട്ട് പോകും. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാനോ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനോ ഒന്നും ഉള്ള ഒരു ടൈം നമുക്ക് ചിലപ്പോൾ അവിടെ കിട്ടത്തില്ല. അപ്പൊ അതാണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റീപ്പ് ടെറൈൻ ആണ് അവിടെ. രണ്ടാമത്തെ, റിവേഴ്സ് ആർ ഷോർട്ട്. നമുക്കിപ്പോ കമ്പയർ ടു ഗംഗ അങ്ങനത്തെ റിവേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ മാക്സിമം റിവറിന്റെ ലെന്ത് ഒരു 120 കിലോമീറ്റർ അത്രയൊക്കെ വരുന്നുള്ളൂ. ഷോർട്ട് റിവേഴ്സാ. അപ്പൊ ദേ ആർ ഷോർട്ട് ആൻഡ് ഫാസ്റ്റ് ഫ്ലോയിങ്. അപ്പൊ അവിടെയും വി ഡോണ്ട് ഗെറ്റ് മച്ച് ടൈം ഫോർ സ്റ്റോറിങ് ദാറ്റ്. പിന്നെ നമ്മുടെ പല സ്ഥലത്തും ലാറ്ററൈറ്റ് സോയിൽ ആണ്. അത് അബ്സോർബും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് കുറവാണ്. പിന്നെ റെയിൻഫോൾ ഓൾസോ ഇറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് ഓൺലി വെരി ഫ്യൂ മന്ത്സ്. ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് കൂടുതലും മഴ കിട്ടുന്ന മാത്രം. ബാക്കി സമയത്തൊക്കെ ഓൾമോസ്റ്റ് ഡ്രൈ മന്ത്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് നാച്ചുറൽ ഫാക്ടേഴ്സാണ്. ഇനി ഹ്യൂമൻ ഫാക്ടേഴ്സിലോട്ട് വരുമ്പം നമ്മുടെ വെറ്റ് ലാൻഡ്സ്, പാഡി ലാൻഡ്സ്, ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ സ്പോഞ്ചസ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്ക്, ഫ്രം കഴക്കൂട്ടം ടു ഇങ്ങ വരെയുള്ള ടെക്നോ പാർക്ക് ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് വാസ് അവർ നാച്ചുറൽ സ്പോഞ്ച്. തിരുവനന്തപുരം സിറ്റിയുടെ ഒരു സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം അബ്സോർബ് ചെയ്ത് വെള്ളത്തിനെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി, അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. അതാണിപ്പം മാറി പല സ്ഥലത്തും നമ്മളിപ്പം കോൺക്രീറ്റ് ബിൽഡിങ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ. പിന്നെ രണ്ടാമത്, കൺസ്ട്രക്ഷൻ വളരെ അൺപ്ലാൻഡ് ആയിട്ടാണ് പല സ്ഥലത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയും വെള്ളം ഉള്ളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ട സ്ഥലത്ത്, താഴോട്ട് പോകേണ്ട സ്ഥലത്തെല്ലാം നമ്മൾ കോൺക്രീറ്റ് ചെയ്തൊക്കെ വെക്കും. അപ്പൊ ഈ വെള്ളം ഉള്ളിൽ മീൻസ് ഭൂമിക്കകത്തോട്ട് പോകത്തില്ല. പിന്നെ ട്രഡീഷണൽ പോൺസ്, നേരത്തെ നമുക്ക് ഇഷ്ടംപോലെ, നമ്മളിപ്പോ ഒരു അമ്പലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലും ഒരു ട്രഡീഷണൽ പോണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം അമ്പലം അത് വെച്ച് മാത്രമല്ല, ആക്ച്വലി ഇതെല്ലാം വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ടെക്നിക്സ് ആയിരുന്നു അതെല്ലാം. അപ്പൊ ആ പോൺസും ഒക്കെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു ഡൈലാപ്പിഡേറ്റഡ് കണ്ടീഷനിൽ അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ഇരിക്കുവാണ്. പിന്നെ റൈസിങ് ഡിമാൻഡ് ഫ്രം പോപ്പുലേഷൻ ആൻഡ് ടൂറിസം ഗ്രോത്ത്, ആളുകളുടെ എണ്ണം കൂടി. അപ്പൊ ഇവിടെയൊക്കെയാണ് നമുക്ക്, even though we have lot of rainfall, but still we fall short of water. അപ്പൊ 44 റിവേഴ്സ് ഉണ്ട്. അതിനകത്ത് 41 അറേബ്യൻ സീയിലോട്ടാണ് പോകുന്നത്. 3 നമുക്ക് നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലോട്ട് പോകുന്ന റിവേഴ്സ് ആണ് ഉള്ളത്. ഇതിന്റെ കൂടെ ഇതിപ്പോ സർഫസ് വാട്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിന്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോ ഒത്തിരി സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ സ്ട്രെസ് ഈസ് റൈസിംഗ് എന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു 76% സ്ഥലത്തും ഗ്രൗണ്ട് വാട്ടർ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുവാണ് അറ്റ് പ്രസന്റ്, ഒരു സേഫ് സിറ്റുവേഷനിലാണ്. അതേസമയം നമുക്കൊരു 10% സ്ഥലം സെമി ക്രിട്ടിക്കൽ ആണ്, 5% ക്രിട്ടിക്കൽ ആണ്, 9% ഓവർ എക്സ്പ്ലോയിറ്റഡ് ആണ്. അപ്പൊ ഇത് ഇപ്പം എന്ന് പറയുന്നത് നമുക്കൊരു കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
പക്ഷെ ഇത് കുറച്ചും കൂടെ കൂടുതൽ ക്രിട്ടിക്കലും ഓവർ എക്സ്പ്ലോയിറ്റഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറും. അപ്പം ഇതൊക്കെ പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഈ കാര്യങ്ങളൊക്കെ ജനറൽ കാര്യങ്ങളാണ്. ഞാൻ ഇതിനകത്തോട്ട് കൂടുതൽ പോകുന്നില്ല. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇപ്പം ഒരു മാസം കൊണ്ട് പെയ്യേണ്ട മഴ ഒരു 2 ദിവസം കൊണ്ട് പെയ്ത് തീരുവാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കറിംഗ് ആയിട്ട് ഫ്ലഡ്സ് വരുന്നു. പിന്നെ ലോങ്ങർ ഡ്രൈ സ്പെൽസ്, നേരത്തെ ജൂൺ ആദ്യം കിട്ടേണ്ട മഴ ഇപ്പൊ ഓഗസ്റ്റിലോട്ട് പോകുന്നു. ഗ്യാപ്സ് ബിറ്റ്വീൻ ദ റെയിൻ ഈവൻസ് ആർ സ്ട്രെച്ചിങ്, all those things. Okay, now let's understand the water management. So ഇത് നോക്കിക്കോ, വാട്ട് ഈസ് വാട്ടർ മാനേജ്മെന്റ്. അപ്പം നമുക്ക് 4 ഏരിയാസിലാണ് വാട്ടർ മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ വാട്ട് ഈസ് വാട്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെള്ളം നമുക്ക് അവൈലബിൾ ആയിട്ട് കുറച്ച് വെള്ളമേ ഉള്ളൂ യൂസ് ചെയ്യാൻ. നമുക്ക് എടുക്കുന്ന വെള്ളത്തിനകത്ത് തന്നെ 70% വെള്ളം അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത്. ബാക്കിയുള്ള കുറച്ച് വെള്ളമാണ് നമ്മുടെ യൂസിന് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ വി ഹാവ് ടു പ്ലാൻ ഹൗ ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ്, ഷെയർഡ് ആൻഡ് ഓൾസോ പ്രൊട്ടക്റ്റഡ്. അപ്പൊ ഇത് 4 ഏരിയയിലാണ് നമ്മൾ നമ്മുടെ വാട്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നോവേഷൻസ് നമ്മൾ ഇനിയുള്ള ഒരു 2030 അല്ലെങ്കിൽ 2050 വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മാനേജ്മെന്റ് വരേണ്ട ഈ 4 ഏരിയാസിലോട്ടാണ്. അപ്പൊ ഒന്നെന്ന് പറയുന്നത് സപ്ലൈ മാനേജ്മെന്റ്. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ സോഴ്സ് പിന്നെ എവിടെ സ്റ്റോർ ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കരമന നദിയിൽ നിന്നാണ് തിരുവനന്തപുരത്തോട്ട് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് പേപ്പാറ ഡാം, അരുവിക്കര വന്ന് ട്രീറ്റ്മെന്റ് എല്ലാം നടത്തിയാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ഒരിക്കലും ഈ സോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ ടാപ്പ് തുറക്കുന്നു, വെള്ളം കിട്ടുന്നു, നമ്മൾ അവിടെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഈ വെള്ളം എവിടുന്ന് വരുന്നു, ആ സോഴ്സ് ഇൻഫിനൈറ്റ് ആണോ, ആ വെള്ളത്തിന് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് സോഴ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 90% ആളുകളും ചിലപ്പോൾ അത് ചിന്തിക്കത്തില്ലായിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ സപ്ലൈ മാനേജ്മെന്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. വാട്ട് ഹാപ്പൻ ഇപ്പം കംപ്ലീറ്റ് സപ്പോസ് സംതിങ് ഹാപ്പൻസ് ടു ദി കരമന റിവർ ഓർ ഇറ്റ് ഗെറ്റ്സ് ഡ്രൈഡ് ഓർ മേ ബി ഒരു വലിയൊരു കണ്ടാമിനേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് വാട്ടർ നമുക്കുണ്ടോ, അത് എവിടുന്നാണ്, അത് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പൊ സോഴ്സിങ്, സ്റ്റോറിംഗ്, ദെൻ ഹൗ ഇറ്റ് ഈസ് ടു ബി സ്റ്റോർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു യൂസേഴ്സ്. ഈ ഏരിയ നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല പലപ്പോഴും സപ്ലൈ മാനേജ്മെന്റ്. രണ്ടാമത് വരുന്നത് ഡിമാൻഡ് മാനേജ്മെന്റ്. ഡിമാൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എൻകറേജിങ് എഫിഷ്യന്റ് നീഡ് ബേസ്ഡ് യൂസ് റാദർ ദാൻ ഓപ്പൺ എൻഡഡ് കൺസംഷൻ. അതായത് വെറുതെ ഇങ്ങനെ നമുക്ക് ഇപ്പൊ നമുക്ക് 24/7 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക വെള്ളം. അതിനു പകരം ശരിക്കും പറഞ്ഞാൽ എൻകറേജ് എഫിഷ്യന്റ് നീഡ് ബേസ്ഡ് യൂസ്. രാവിലെ സമയത്തായിരിക്കും നമ്മളൊരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഒരു 10 മണി വരെ ഒക്കെ ആയിരിക്കും നമ്മുടെ വാട്ടറിന്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുതൽ. അത് കഴിയുമ്പോൾ വാട്ടറിന്റെ യൂസ് കുറവായിരിക്കും. പിന്നെ ഒരു സന്ധ്യ സമയം ആകുമ്പോഴായിരിക്കും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ആ സമയത്തായിരിക്കും നമുക്ക് വെള്ളത്തിന്റെ യൂസ് കൂടി വരുന്നത്. അപ്പം പല സ്ഥലത്ത് ചില സിറ്റീസിലൊക്കെ ഇങ്ങനെ ടൈം ബൗണ്ട് ആയിട്ട് വാട്ടർ സപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പൊ രാവിലെ കൂടുതൽ വെള്ളം നല്ല പ്രഷറിൽ നമുക്ക് ആ സമയത്ത് വെള്ളം കിട്ടും. ഉച്ച സമയത്തൊക്കെ ആകുമ്പം കുറച്ചൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വൈകിട്ടാകുമ്പോൾ വീണ്ടും വെള്ളം. അങ്ങനെയുള്ള ഇന്റർമീഡിയന്റ് ആയിട്ടുള്ള സപ്ലൈ സിസ്റ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട് അത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഹൗ ഡു വി മേക്ക് ഇറ്റ് സ്മാർട്ട്, മോർ സ്മാർട്ട്, അതിനെ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം, IoT ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിമാൻഡ് മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഇനി ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ ക്വാളിറ്റി, കീപ്പിംഗ് വാട്ടർ ക്ലീൻ ആൻഡ് സേഫ് ഫ്രം സോഴ്സ് ടു ടാപ്പ്. അപ്പം നമുക്ക് അരുവിക്കരയിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ വീട് വരെ എത്തുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇത് പല ഘട്ടത്തിൽ കൂടെ കടന്നാണ് ഇവിടം വരെ വരുന്നത്. സോ ഹൗ ഡു വി കീപ് ഇറ്റ് ക്ലീൻ, അല്ലെ ഇതിനകത്ത് വേറെ ഇന്റർവെൻഷൻസ് ഒന്നും വരാതെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ. സ്കാഡ സിസ്റ്റംസ്, പല സിസ്റ്റംസ് ഇപ്പം ഡെവലപ്ഡ് ആണോ, ഓൾറെഡി ഡെവലപ്ഡ് ആണ്. അപ്പൊ വാട്ടർ ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതൊന്ന്. പിന്നെ അലോക്കേഷൻ ആൻഡ് ഗവേണൻസ്, അതായത് ഹൂ ഗെറ്റ്സ് വാട്ടർ, ഹൗസ് ഹോൾഡ്സ്, ഫാംസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇപ്പം തന്നെ വീടുകളുണ്ട്, ചിലപ്പം ഫ്ലാറ്റുകളുണ്ട്, ചിലപ്പോൾ ഇൻഡസ്ട്രി ഉണ്ട്. അപ്പൊ ആർക്ക് എത്ര വെള്ളം കിട്ടണം എന്ന ഒരു ഷെഡ്യൂളിംഗ് പോലെ അത് മാനേജ് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് കംസ് അണ്ടർ അലോക്കേഷൻ ആൻഡ് ഗവേണൻസ്. അപ്പൊ ഈ 4 ഏരിയയിൽ ആണ് ശരിക്കും നമുക്ക് വാട്ടർ മാനേജ്മെന്റ് ചെയ്യാനുള്ളത്. ശരിക്കും ഇത് സപ്ലൈ സൈഡ് വേഴ്സസ് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ്, 2 രീതിയിൽ നമ്മൾ സാധാരണ മാനേജ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്താന്ന് നോക്കിക്കോ. സപ്ലൈ സൈഡ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് കിട്ടണം, നിറച്ച് വെള്ളം വേണം, എന്നാലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഡാംസ്, ടാങ്ക്സ്, പൈപ്പ് ലൈൻസ്
ഇപ്പൊ നമുക്ക് ഒറ്റ പൈപ്പായിരിക്കും അരുവിക്കരയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരുന്നത്. ആ പൈപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടുത്ത പൈപ്പ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ സപ്ലൈ സൈഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഡെവലപ്പ് ന്യൂ വാട്ടർ സോഴ്സ് റിസോഴ്സ്. ക്വാറി, ഇപ്പം പല ക്വാറീസിന്റെ ഇടയ്ക്കൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പോത്തങ്കോട് ഏരിയയിൽ ഒരു ക്വാറിയിൽ നിന്ന് വെള്ളം എടുത്ത് അവിടെ ഒരു കുറച്ച് വാർഡ്സിലൊക്കെ വാട്ടർ സപ്ലൈ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ന്യൂ വാട്ടർ സോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ദെൻ ഹൗ ടു ഇൻക്രീസ് ദ എക്സിസ്റ്റിംഗ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഡാമിന്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റുമോ, അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ വെള്ളം സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ദ മെയിൻ ഫോക്കസ് ഇസ് ടു ബ്രിങ് ഇൻ മോർ വാട്ടർ ഫോർ സപ്ലൈ ആൻഡ് അതർ തിങ്സ്. ഡിമാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെഡ്യൂസ് ലീക്ക്. ഇതൊരു നല്ല ഇന്നോവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കാരണം നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മോർ ദാൻ 30% കൂടുതൽ വെള്ളം ലീക്ക് വരുന്നുണ്ട്. നമുക്കറിയാൻ പറ്റുന്നില്ല എവിടൊക്കെയാണ് ഈ ലീക്ക് വരുന്നതെന്നുള്ളത്. ആ ലീക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും കേരള വാട്ടർ അതോറിറ്റിക്ക് തന്നെ. അപ്പൊ അതിനുള്ള സിസ്റ്റംസ് നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഇപ്പം പല സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് പൈപ്പൊക്കെ ഒരു 1.5 മീറ്റർ ഒക്കെ താഴെയായിരിക്കും. അപ്പൊ അത് ഡിറ്റക്ട് ചെയ്യാനും ആ ലീക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഇത് വെച്ചിട്ട്. അപ്പൊ അവിടെ ഒരു ഇന്നോവേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ആയിരിക്കും അങ്ങനെ വന്നാൽ. അത് ലീക്കേജ്, നോൺ റവന്യൂ വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ അറിയത്തില്ല, ഈ വെള്ളം എങ്ങോട്ടൊക്കെയോ ലീക്കായി പോകും. ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ പോലും സംഭവിക്കാറുണ്ട്. ചിലപ്പം വാട്ടർ ബില്ല് വരുമ്പോഴായിരിക്കും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ബില്ല് വരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ കാണാം ഇത് എങ്ങോട്ട് വെള്ളം പോയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എവിടെയോ ഒരു സ്ഥലത്ത് ലീക്ക് ഉണ്ട്, അങ്ങനെ പോയ വെള്ളമാണത്. അപ്പൊ ഇത് ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈസ് ആൻഡ് മീറ്റർ വാട്ടർ അതായത് മീറ്ററിങ്. നമുക്ക് എത്ര വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നെന്നുള്ളത് വാട്ടർ മീറ്ററിങ് ഇപ്പൊ നമുക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ സ്മാർട്ട് മീറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊമോട്ട് എഫിഷ്യന്റ് ഫിക്സ്ചേഴ്സ് ആൻഡ് ഹാബിറ്റ്സ്. നമ്മുടെ അതായത് നമുക്ക് തന്നെ നമ്മുടെ ചില ബിഹേവിയറൽ പാറ്റേൺസ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിനുള്ള എന്തെങ്കിലും സ്മാർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഡിജിറ്റൽ ആപ്സോ നമുക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് യൂസ് അവൈലബിൾ വാട്ടർ ബെറ്റർ, അതാണ്. അപ്പൊ ഇത് നമുക്കൊരു ബാലൻസ്ഡ് ഫ്രെയിംവർക്ക് ആയിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്, പക്ഷെ ഇതിന്റെ ഒരു അർത്ഥം മാത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് പോകാൻ നെക്സ്റ്റിലോട്. അതായത് ഇത് ഇറ്റ് ട്രീറ്റ്സ് വാട്ടർ. നമ്മൾ മറ്റേ വാട്ടറിന്റെ കാര്യം മാത്രം പറഞ്ഞു, പക്ഷെ വാട്ടർ മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും എപ്പോഴും ഇത് ലാൻഡുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, ബാക്കി പല റിസോഴ്സസുമായിട്ട് എപ്പോഴും റിലേറ്റഡ് ആ വെള്ളം. അപ്പൊ അതുകൊണ്ടാണ് ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ ഇക്വിറ്റി, അതായത് ഫെയർ, എല്ലാ കമ്മ്യൂണിറ്റീസിനും വെള്ളം കിട്ടണം. നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ വാട്ടർ സപ്ലൈ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് മാത്രം വെള്ളം കിട്ടുക എന്നുള്ളത്, അല്ലാത്തവർക്കും വെള്ളം കിട്ടണം. അവിടെ സോഷ്യൽ ഇക്വിറ്റി. രണ്ടാമത് ഗെറ്റിംഗ് ദ മോസ്റ്റ് വാല്യൂ ഫ്രം എവറി യൂണിറ്റ് ഓഫ് വാട്ടർ യൂസ്. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഒത്തിരി പൈസ ആവുന്നുണ്ട്, പക്ഷെ ആ ട്രീറ്റഡ് വെള്ളമാണ് ശരിക്കും വരുന്ന വഴിക്ക് മൊത്തം കുറെ ലീക്കായി പോകുന്നത്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ എഫിഷ്യൻസി അവിടെ കുറയുക ചെയ്തത്. അപ്പൊ മാക്സിമം ലീക്കേജ് ഒക്കെ കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യം. എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് റിവേഴ്സ്, വെറ്റ്ലാൻഡ്സ് ആൻഡ് അക്യൂഫേഴ്സ് ഫോർ ദ ലോങ് ടേം. നമ്മുടെ റിവേഴ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒക്കെ റിപ്പോർട്ട്സ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ 21 റിവേഴ്സ് നമ്മുടെ നാട്ടിൽ പൊള്യൂട്ടഡ് ആണ്. അതിനകത്ത് കരമന തന്നെ ആണ് അവർ മോസ്റ്റ് പൊള്യൂട്ടഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. തിരുവല്ലം ആ ഭാഗത്തൊക്കെയാണ് മോസ്റ്റ് പൊള്യൂട്ടഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ റിവറിന്റെ വാട്ടർ ക്വാളിറ്റി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് ഓരോ ലൊക്കേഷൻസിൽ അല്ലെ ഒരു 2 കിലോമീറ്റർ അല്ലെ 3 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വാട്ടർ ക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സെൻസർ അല്ലെ എന്തെങ്കിലും സെൻസർ വെച്ചിട്ട് നമുക്കൊരു ഡാഷ്ബോർഡ് ഉണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ മേ ബി ഇറ്റ് വിൽ ഗിവ് മോർ അക്കൗണ്ടബിലിറ്റി ടു ദ വാർഡ് മെമ്പേഴ്സ്, ഓർ ഇറ്റ് വിൽ ഗിവ് മോർ അക്കൗണ്ടബിലിറ്റി ടു ദ പീപ്പിൾ ലിവിങ് ഓവർ ദർ. കാരണം നമ്മുടെ ആ സ്ട്രെച്ചിനാണ് ഇത്രയും ബാഡ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ ഇവിടെ പറ്റും. പിന്നെ വെറ്റ്ലാൻഡ്സ് ശരിക്കും ചുരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഈ വെറ്റ്ലാൻഡ്സിന്റെ ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റും. നമുക്ക് സാറ്റലൈറ്റ് ഇമേജറി ഒക്കെ എടുത്ത് പല വെറ്റ്ലാൻഡ്സിന്റെ അളവ് കുറഞ്ഞു വരുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമുക്ക് സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ പറ്റും.
പിന്നെ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഡിസിഷൻസ് അബൌട്ട് ദെയർ ഓൺ വാട്ടർ. ഇതിനു വേണ്ടി തന്നെ കുറെ ഇപ്പം സ്റ്റാർട്ടപ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട് ഇന്ത്യയിൽ. അതായത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളെയും സ്കൂൾ കുട്ടികളെയും കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് വാട്ടർ വെള്ളത്തിന്റെ അവരുടെ സ്ഥലത്ത് കൂടെ പോകുന്ന റിവേഴ്സും സ്ട്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ലൈക്ക് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുക, അവരെയൊക്കെ ഒരു ഓണർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് കമ്മ്യൂണിറ്റീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എങ്ങനെ ഇതൊക്കെ കൺസേർവ് ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, വേസ്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് റെഡ്യൂസ്. അപ്പൊ കട്ട് അൺനെസസറി യൂസ് ത്രൂ എഫിഷ്യന്റ് ഫിക്സ്ചേഴ്സ് ആൻഡ് ഹാബിറ്റ്സ്. ഇപ്പം നമുക്ക് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, നമ്മൾ കൈ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി അല്ലെ, അപ്പൊ നമുക്ക് വെള്ളം വരും, കൈ മാറ്റുമ്പോൾ വെള്ളം നിൽക്കുകയും ചെയ്യും. അപ്പൊ അതൊരു എഫിഷ്യന്റ് യൂസ് ആണ്, വെള്ളം അധികം വേസ്റ്റ് ആവുന്നില്ല. ചില സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പലരും ചിലപ്പോൾ ടാപ്പ് നന്നായിട്ട് അടയ്ക്കത്തില്ല, അപ്പൊ കുറെ വെള്ളം വേസ്റ്റ് പോവും അങ്ങനെ. അപ്പൊ അങ്ങനത്തെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് ഈസ് റെഡ്യൂസ്. ദെൻ റീയൂസ് എന്ന് വെച്ചാൽ ട്രീറ്റഡ് വാട്ടർ നമുക്ക് ഇപ്പം നമ്മുടെ ടോയ്ലറ്റ്സിലൊക്കെ ഉള്ളത് തന്നെ, അതൊക്കെ ഇപ്പം ശരിക്കും നമുക്ക് സിംഗപ്പൂർ പോലുള്ള കൺട്രീസിലൊക്കെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആ വെള്ളം തന്നെയാണ് ഗാർഡനിങ്, ഫ്ലഷിങ്, ഇൻഡസ്ട്രി, മറ്റേത് ശരിക്കും ഡ്രിങ്കിങ് വാട്ടർ പോലും അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത റീസൈക്കിൾ, ട്രീറ്റ് വേസ്റ്റ് വാട്ടർ സോ ഇറ്റ് ക്യാൻ സേഫ്ലി റീഎൻറ്റർ ദ സപ്ലൈ. അതായത് ഈ വാട്ടർ സപ്ലൈയിൽ തന്നെ തിരിച്ചിതിനെ കയറ്റാൻ പറ്റും ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട്. അതാണ് സിംഗപ്പൂർ അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ US-ലും എല്ലാം ചെല്ലുമ്പോഴും നമുക്ക് ടാപ്പ് വാട്ടർ തന്നെയാണ് നമ്മൾ കുടിക്കുന്നത്, വേറെ നമുക്ക് അത് എടുത്ത് തിളപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. പിന്നെ പ്രൊട്ടക്ട് സോഴ്സസ്, കീപ് റിവേഴ്സ്, പോണ്ട്സ് ആൻഡ് അക്യൂഫേഴ്സ് ഫ്രീ ഫ്രം പൊല്യൂഷൻ ആൻഡ് എൻക്രോച്ച്മെന്റ്. ഇപ്പം കൺസർവേഷന്റെ റീസൺ പറയുന്നതാണ്. അതായത് സ്മോൾ കൺസിസ്റ്റന്റ് സേവിങ്സ് ആഡ് അപ്പ് ടു റിയൽ റെസിലിയൻസ് ഡ്യൂറിങ് ഡ്രൈ മന്ത്സ്. നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷെ അതെല്ലാം ആഡ് ചെയ്യുന്നത് ഈ സമ്മർ സീസണിൽ നമ്മുടെ കിണറിലെ വെള്ളം, ഫോർ സിമ്പിൾ ആയിട്ട് നമ്മുടെ കിണറിലെ ഇപ്പൊ നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്ത് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഈ വെള്ളം നമ്മുടെ ഭൂമിയുടെ അടിയിലോട്ട് തന്നെ പെർക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ സമ്മർ സീസൺ വരുമ്പോൾ നമ്മുടെ വെല്ലിലെ വെള്ളം ചുറ്റിനുള്ളവരുടെ വീട് ചിലപ്പം താന്നു പോയാലും നമ്മുടെ ചിലപ്പം കിണറിലെ വെള്ളം പൊങ്ങി നിൽക്കുമായിരിക്കും. അല്ലെ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളം നമുക്ക് അവിടുന്ന് കിട്ടും, ഡ്രൈ ആയി പോകത്തില്ല. അപ്പൊ അങ്ങനെ ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് റിസൾട്ട്സ് ആണ്, ഇതെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ആക്ച്വലി. അപ്പം പഴയ നെറ്റ്വർക്ക്സ്, പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ എല്ലാം പഴയ 1920s 30s ചെയ്തിട്ടുള്ള വാട്ടർ സപ്ലൈ നെറ്റ്വർക്ക്സ് ഇഷ്ടംപോലെ വെള്ളം ലീക്കേജും ഒക്കെ വരുന്നുണ്ട്. 30 to 40% ലീക്കേജ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് ഓൾഡ് നെറ്റ്വർക്ക്സിൽ. പിന്നെ നമുക്ക് നല്ല ചെറിയ സ്മോൾ ഇന്നോവേഷൻസ് കൊണ്ട്, സിമ്പിൾ ഫിക്സസ് കൊണ്ട് 50% ഓഫ് വാട്ടർ, ഹൗസ് ഹോൾഡ് വാട്ടർ ക്യാൻ ബി റെഡ്യൂസ് എന്നാ പറയുന്നത്. നമുക്ക് യൂസ് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം ആക്ച്വലി 365 days നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ഈ റെഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വീട് അല്ലെ 1000 വീട് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കണക്ക് കൂടുതലായിരിക്കും. ഇതെല്ലാം 365 days പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് പണ്ട് നമ്മുടെ നാട്ടില് കേരളത്തിൽ പ്രത്യേകിച്ച് കുളങ്ങൾ ഉണ്ടായിരുന്നു, ടെമ്പിൾ പോണ്ട്സ് ഉണ്ടായിരുന്നു, ഓപ്പൺ വെൽസ് ഇപ്പോഴും ഉണ്ട്, എന്നാലും പിന്നെ ബാക്ക് വാട്ടർ കനാൽസും നമ്മൾ പറഞ്ഞ ഈ പാഡി വെറ്റ്ലാൻഡ്സ് ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ വാട്ടർ സിസ്റ്റംസ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ നമ്മൾ എവിടെ ചെന്നാലും പണ്ടൊക്കെ നമ്മൾ ചെല്ലുമ്പം ഇപ്പോഴും ഉണ്ട്, പക്ഷെ എല്ലാം അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പൊ ഇത് കണ്ടോ, ഇതൊരു വീടുകളിൽ പോലും നമ്മുടെ വീട്ടിലെ പറമ്പിൽ തന്നെ ഇങ്ങനത്തെ പോണ്ട്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെല്ലാം സ്റ്റോറേജ് സിസ്റ്റം ആണ്, പല രീതിയിലുള്ള. ഇത് കണ്ടോ, ഒരു സർക്കുലർ ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണിത്. ഇത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വെള്ളം നമ്മുടെ റൂഫിലും ഓപ്പൺ സർഫസിലൊക്കെ വീഴുന്നു, അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഒന്നെങ്കിൽ റൂഫിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വെൽസിലൊക്കെ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അത് ഡ്രൈ സീസണിൽ നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് ഇതൊരു സ്കീമാറ്റിക് ഡയഗ്രാം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, ലോണ്ടറിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഫ്ലോർ ക്ലീനിങ്, ജനറൽ യൂസ്.
then car washing use ചെയ്യാൻ പറ്റും, toilet flushing gardening. Okay. ഞാൻ ജസ്റ്റ് ഡയഗ്രാംസ് ഒക്കെ കാണിച്ചു തരാം. ഓക്കെ. റീചാർജ് പിറ്റ്, നമ്മൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് റീചാർജ് പിറ്റ്. ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ പിറ്റ് ദാറ്റ് ലെറ്റ്സ് കളക്റ്റഡ് റെയിൻ സോക്ക് ഇൻ ടു ദ ഗ്രൗണ്ട്. വെറുതെ ഒരു സ്മോൾ പിറ്റ്സ്, നമ്മൾ തെങ്ങിന്റെ തടമൊക്കെ എടുക്കുന്ന പോലെ തന്നെ അങ്ങനെ സ്മോൾ റീചാർജ് പിറ്റ്സ്. അതുപോലെ റീചാർജ് വെൽ ഉണ്ട്. ഇറ്റ് ഡയറക്ട്സ് ഫിൽറ്റേർഡ് റെയിൻ വാട്ടർ സ്ട്രെയിറ്റ് ഇൻ ടു ആൻ ഓൾഡ് ഡഗ് വെൽ. പഴയ ഇത് ഞാൻ ഒരു എക്സാമ്പിൾ, ലൈവ് എക്സാമ്പിൾ പറയും. ഇവിടുന്ന് കാട്ടാക്കടയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളില് നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡ് യൂസ് കമ്മീഷണർ, ആ സാറ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ആക്ച്വലി. ആ സ്കൂളില് എല്ലാ മാസവും എത്രയോ 4 ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ. അപ്പം അവർ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, പഴയ ഒരു വലിയ കിണറുണ്ടായിരുന്നു, ആ കിണറിലോട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്ത് ഫുള്ളി ആ സ്കൂളിലെ സ്റ്റുഡൻസിനെയും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അത് ചെയ്തതിന് ശേഷം ഇപ്പൊ അവർക്ക് ഒരു തുള്ളി വെള്ളം വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ആ വെല്ല് സ്ലോലി അത് റീചാർജ് ആയി. അപ്പൊ അവർക്ക് ഇനഫ് ഓഫ് വാട്ടർ ഫോർ ദ എൻറ്റയർ സ്കൂൾ. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് ശരിക്കും ഇവർ വെറുതെ ചെയ്യല്ല, ഇത് കംപ്ലീറ്റ് ഇതിന്റെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് എല്ലാം. അപ്പൊ ഇവരുടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഡാഷ്ബോർഡിനകത്ത് കംപ്ലീറ്റ്ലി എത്ര വെള്ളത്തിന്റെ ഡെപ്ത് കൂടി, ഇതെല്ലാം ലൈവായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ മാപ്ഡ് ടു വെബ് GIS ഓൾസോ. അപ്പൊ നമ്മളുടെ മൊബൈലിൽ നമുക്ക് തുറന്ന് ഇത് കാണാൻ പറ്റും. ഇന്നത്തെ ടെമ്പറേച്ചർ എത്രയാണ്, എന്ന് അവിടെ എത്ര വാട്ടറിന്റെ ലെവൽ എത്രയാണ് ആ വെല്ലില്, അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ മാപ്പ് ചെയ്തിട്ടുണ്ട്. So these are some small examples where we can use our technology. ഇനി 2019 ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിനകത്ത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതായത് 3 സെന്റ് കൂടുതലുള്ള വീടുകൾ ബിൽഡിങ്സ് ഇനി ചെയ്യുവാണെങ്കിൽ ഫ്രം 2019 ചെയ്യുവാണെങ്കിൽ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതാണ് 2019 പുതിയ ബിൽഡിംഗ് റൂൾസ് വന്നേക്കുന്നത്. ഓക്കെ, 1 per home, ഒരു വീട്ടിൽ ഒരെണ്ണമെങ്കിലും വേണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ ജസ്റ്റ് പിക്ചേഴ്സ് കാണിച്ചു തരാം. This is a check dam. Second one is a percolation pond, and the other one it is known as a recharge well. Recharge well എന്നാ ഇതിനെ പറയും. റീചാർജ് വെൽ, വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ളത്. പിന്നെ നമുക്ക് നേരത്തെയും ചെയ്യുന്ന ഒരു കാര്യമാണ് കോണ്ടൂർ ട്രെഞ്ചസ് പോലെ. അപ്പൊ ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് വെള്ളം എല്ലാം കൂടെ ഒഴുകി പോകത്തില്ല, ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇത് ചെയ്യുന്നത് ചെറിയ സ്ലോപ്പ് ഒക്കെ ഉള്ള സ്ഥലത്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള പൊതുവെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഹരിത കേരള മിഷൻ, മഴ പൊലിമ, ജലനിധി, ലോക്കൽ ബോഡി വാട്ടർ വർക്ക്സ്, ഇവരെല്ലാവരും ശരിക്കും കൺസർവേഷൻ പ്രാക്ടീസസിലോട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ വിടുന്നു. ഞാൻ ഇനി നിങ്ങളുടെ ഇതിലോട്ട് വരാം. ഓക്കെ, ഇത് വിട്ടിട്ട് ഇറിഗേഷനിൽ നമുക്ക് ഈ സ്മാർട്ട് വാട്ടർ ടെക്നിക്സ് കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡ്രിപ്പ് ഇറിഗേഷനിലൊക്കെ ഇപ്പൊ ഞാൻ സിംഗപ്പൂർ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് അവിടെ NUSല് അവിടുത്തെ കുറേ മരങ്ങള് ആക്ച്വലി ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റിനും ഇങ്ങനെ ഒരു വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മഴവെള്ളം. ആ മഴവെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ചെറിയ പൈപ്സ് ഈ മരങ്ങളുടെ അടിയിലോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി IoT വെച്ച് മോണിറ്റർ ചെയ്താ കൊടുത്തേക്കുന്നത്. അതായത് ഇതിനാവശ്യമുള്ളപ്പോൾ മാത്രം സോയിൽ മോയ്സ്ചർ അളന്നിട്ട് സോയിലിനകത്ത് മോയ്സ്ചർ കണ്ടന്റ് കുറവുള്ള സമയത്ത് മാത്രമാണ് ഈ വെള്ളം അവിടുന്ന് ഇതിനകത്തോട്ട് വീഴുന്നത്. അപ്പൊ വളരെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു 10-12 ഇങ്ങനെ ഒരു സൈഡിൽ അവർ ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തേക്കുവാണ്. പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ, പിന്നെ ചിലത് നമുക്കിപ്പം വേറെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. വെള്ളം ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓക്കെ, എഫിഷ്യന്റ് ഇറിഗേഷൻ സിസ്റ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കുട്ടനാട്ടിലൊക്കെ നമുക്ക് ഫാമിംഗ് ഈസ് ബിലോ സീ ലെവൽ, സോ there also we can have many innovative like products we can think of. ഇനി ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം, ഇതൊക്കെ വിട്ടെ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ഐ ക്യാൻ ഷെയർ ദ സ്ലൈഡ്സ്, നോ ഇഷ്യൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലോട്ട് വരാം.
ഓക്കെ. ഇന്നവേഷൻ ആൻഡ് പോളിസി, ദിസ് ഈസ് വാട്ട് ഇൻട്രസ്റ്റ് യു. അപ്പം ടെക്നോളജി ഫോർ വാട്ടർ മാനേജ്മെന്റ്, ഇവിടെയാണ് ലൈക്ക് YIP പ്രോഗ്രാംസിൽ കൂടെ നമുക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. IoT സെൻസസ്, റിയൽ ടൈം മോണിറ്ററിംഗ് ഓഫ് ടാങ്ക് ലെവൽസ്, ഫ്ലോ റേറ്റ്സ് ആൻഡ് ലീക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് സ്മാർട്ട് മീറ്ററിംഗ്, അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര വെള്ളം നമ്മൾ യൂസ് ചെയ്തു, ഇങ്ങനെ പല സ്ഥലത്ത്. ഇപ്പൊ നമുക്ക് ഒരു കോമൺ ആയിട്ട് ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ഇത്. അതല്ലാതെ നമുക്ക് ഇപ്പം കോളേജൊക്കെ ആണെങ്കിലും നമുക്ക് ഓരോ ബിൽഡിങ്സിലോട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കോളേജ് നോക്കുമ്പോൾ ഒരൊറ്റ വാട്ടർ മീറ്റർ ആയിരിക്കും. അങ്ങനെ അല്ലാതെ ഓരോ ബിൽഡിങ്സിലും എവിടേക്കാണ് എന്തൊക്കെ യൂസ് വന്നേക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്മാർട്ട് മീറ്ററിംഗ് കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ മാപ്പിംഗ് ഓൾ ദ വാട്ടർ ബോഡീസ്, അക്വിഫേഴ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഇസ് നീഡഡ് ഫോർ ബെറ്റർ പ്ലാനിങ്. അവിടെ GIS ആപ്ലിക്കേഷൻസ് ആണ് അവിടെ കൂടുതലും വരുന്നത്. പിന്നെ മൊബൈൽ ആപ്സ്, നിങ്ങൾക്ക് സിറ്റിസൺ ആപ്സ് നിങ്ങൾക്ക് ചെയ്യാം, വിച്ച് ക്യാൻ റിപ്പോർട്ട് ലീക്സ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു, ഞാൻ ഒരു സ്ഥലത്ത് ലീക്ക് കാണുന്നു, അല്ലെ വാട്ടർ സപ്ലൈ പൈപ്പ് ലൈൻ പൊട്ടി ഒരു ലീക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഐ ക്യാൻ ടേക്ക് എ ഫോട്ടോ ആൻഡ് അപ്ലോഡ് ഇറ്റ് സോ ദാറ്റ് ദ വാട്ടർ അതോറിറ്റി ഒഫീഷ്യൽസ് ക്യാൻ സീ ദാറ്റ്. പിന്നെ ക്വാളിറ്റി, അതുപോലെ വാട്ടർ ക്വാളിറ്റി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ആപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അപ്പൊ KDISC നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിംഗ് സ്റ്റാർട്ടപ്സ് വർക്കിംഗ് ഓൺ വാട്ടർ ടെക് ആൻഡ് സെൻസിങ് സൊല്യൂഷൻസ്, then connecting research institutions with field level problems, then piloting innovative approaches with local bodies and departments, and building knowledge platforms that spread what works. ഇതാണ് KDISC as a facilitator ചെയ്യാൻ പറ്റുന്നത്. And why it matters for water എന്ന് വെച്ചാൽ Kerala's water challenges need local tested solutions. എല്ലായിടും വേറെ ഒരു സിംഗപ്പൂരിൽ ചെയ്ത ഒരു കാര്യം ചിലപ്പോൾ കേരളത്തിൽ ഫിറ്റ് ആകണം എന്നില്ല. സോ ദേ നീഡ് ലോക്കൽ ടെസ്റ്റഡ്. നമുക്ക് ഇവിടുത്തെ ആവശ്യം അനുസരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇന്നോവേഷൻ ക്യാൻ മേക്ക് മോണിറ്ററിംഗ്, കൺസർവേഷൻ, റീയൂസ് എക്സെട്ര വളരെ ചീപ്പായിട്ട്. നമുക്ക് ഇത് ഓൾറെഡി ഉണ്ടായിരിക്കും ഒരു സ്ഥലത്ത്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അതിനെ നമുക്ക് എങ്ങനെ ലോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കേരളത്തിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് നമുക്ക് നോക്കാം. പിന്നെ പലയിടത്തും ചെയ്തിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ ഡിസ്കണക്ട്, ചെറിയ ചെറിയ വർക്കുകൾ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്ന് ശരിക്കും ആ ഒരു സ്റ്റേറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു വാട്ടറിന്റെ ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ കുടുംബശ്രീ നെറ്റ്വർക്ക്സ് ഉണ്ട്. ശരിക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് കുടുംബശ്രീ നെറ്റ്വർക്ക്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സംടൈംസ് ദേ റൺ ലോക്കൽ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഇനീഷ്യേറ്റീവ്സ്. നമ്മുടെ ജലനിധി അങ്ങനെയൊക്കെയുള്ള ഏജൻസീസ് കുടുംബശ്രീയുടെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ മേ ബി ഇറ്റ് വിൽ മേക്ക് ദർ വർക്ക് വെരി ഫാസ്റ്റ് ആൻഡ് ഈസിയർ. പിന്നെ വാർഡ് ലെവൽ കമ്മിറ്റീസ് ഉണ്ട്, ലോക്കൽ വാർഡ് ലെവൽ കമ്മിറ്റീസ് ഉണ്ട്. പിന്നെ സ്കൂൾ ആൻഡ് യൂത്ത് പ്രോഗ്രാം, എഡ്യൂക്കേറ്റിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ്. അപ്പം അടുത്ത ഒരു സ്കൂളിന് വേണ്ടിയുള്ള ഒരു പാക്കേജ് പോലെ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം അതും ഒരു സ്റ്റാർട്ടപ്പിൽ കൂടെ നിങ്ങൾക്ക് ശരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പോണ്ട് റെസ്റ്റോറേഷൻ, ബാംഗ്ലൂർ വേറെ പല സിറ്റീസിൽ ഇതുപോലെ ശരിക്കും പോണ്ട് സ്റ്റുഡൻസും വേറെ വോളണ്ടിയേഴ്സും കൂടെ ഒരുമിച്ച് ചേർന്നാണ് പോണ്ട് റെസ്റ്റോറേഷൻസ് ചെയ്യുന്നത്. അപ്പൊ അതും നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് അറിയാവുന്ന ടെക്നോളജി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് അവിടെ നോക്കണം. അപ്പൊ ഇപ്പം ഹൈദരാബാദിൽ ചെയ്തേക്കുന്ന ഒരെണ്ണം എന്ന് വെച്ചാൽ അവര് എല്ലാ ദിവസവും ഈ വേസ്റ്റും ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. അവിടെ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് ആ സ്ഥലത്ത് മാത്രം തന്നെ അവർ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ആ വെള്ളത്തിന് ചുറ്റും തന്നെ ഒരു ലേക്കാണ്, ആ ലേക്കിന് ചുറ്റുമാണ് ഇത് ചെയ്തേക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ഐഡിയ ഈസ് ലൈക്ക് എന്താണ് നമ്മുടെ ചുറ്റിനും ഈ വാട്ടർ ഏരിയയിൽ നമുക്ക് വാട്ടർ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, വാട്ട് ഈസ് ദ ഡിസ്കണക്ട് അല്ലെങ്കിൽ വാട്ട് ആർ ദ ബ്രോക്കൺ തിങ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ശരിക്കും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആലോചിക്കേണ്ടത്. അവിടുന്ന് നമുക്ക് ഐഡിയ ജനറേഷൻ വരും. അതായത് ദ ഫ്രെയിം വർക്ക്സ് ടു ടേൺ എ പ്രോബ്ലം ഇൻ ടു എ ഡിസൈൻ ബ്രീഫ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. ദെൻ you come to the emerging opportunities where your technology, policy and nature are converging. ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഏത് പ്രോബ്ലത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല.
പിന്നെ നമ്മുടെ സ്റ്റേറ്റിന് ഒരു പെർട്ടിക്കുലർ പോളിസി കാണും. ഇപ്പൊ വാട്ടർ പോളിസി ഉണ്ട്, വാട്ടർ ആക്ട് ഉണ്ട്. അതുമായിട്ട് ചേർത്ത് നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കൊരു 5 കാറ്റഗറീസ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതായത് അർബൻ വാട്ടർ സിസ്റ്റത്തില് സ്റ്റോം വാട്ടർ ആൻഡ് പല സ്ഥലത്തും ചിലപ്പോൾ ഈ സ്റ്റോം വാട്ടറും സ്യൂവേജും ഒക്കെ ചിലപ്പോൾ ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അറിയാതെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് കൂടെ ആയിരിക്കും ഒഴുകി പോകുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും മഴ സമയത്തൊക്കെ ഫസ്റ്റ് മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പൊള്യൂട്ടഡ് ആയിരിക്കും. ചിലപ്പം ഈ സ്ട്രീംസ് ബ്ലോക്ക്ഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ചെറിയൊരു ബ്ലോക്ക് ചിലപ്പോൾ മാറ്റിയാൽ ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഫ്ലഡിങ് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ പ്രത്യേകിച്ചും ട്രിവാൻഡ്രത്തെ ഒന്നും സ്യൂവേജ് മാപ്പ് ഒന്നും ഇപ്പോഴും അവൈലബിൾ അല്ല. ആരെങ്കിലും എന്തെങ്കിലും സ്റ്റഡി ചെയ്യണമെങ്കിൽ ഒരു സ്യൂവേജ് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അപ്പൊ അതിനെ മാപ്പ് ചെയ്യാൻ പറ്റുമോ, അത് തന്നെ ഒരു ഇതാണ് മാപ്പിംഗ് ദ സ്യൂവേജ് സിസ്റ്റംസ്. കാരണം ബേസ് ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അതിന് എന്തെങ്കിലും നമുക്ക് ഈസി വേ ഉണ്ടോ ചെയ്തെടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. രണ്ടാമത്തത് നമുക്ക് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ഏരിയയിൽ, അതായത് അൺമീറ്റേർഡ് ഗ്രൗണ്ട് വാട്ടർ യൂസ്. ഗ്രൗണ്ട് വാട്ടർ ചിലപ്പം ഈ പല കാര്യങ്ങൾക്ക് വിൽക്കാനായിട്ട് വരെ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഗ്രൗണ്ട് വാട്ടർ ബോർവെല്ലിൽ കൂടെ ഒക്കെ പമ്പ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന കാണാം. അപ്പൊ അത് നമ്മൾ അളക്കാറില്ല. നമ്മളിപ്പം കേരള വാട്ടർ അതോറിറ്റിയുടെ അളക്കുന്ന പോലെ ഗ്രൗണ്ട് വാട്ടറിന്റെ ഇത് അൺമീറ്റേർഡാ, നമ്മൾ ഒരിക്കലും അളക്കുന്നില്ല. അപ്പൊ അതിനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അളന്നെടുക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവരാൻ പറ്റുമോ, അത് നമ്മൾ നോക്കാം. പിന്നെ ഈ ഇഷ്ടംപോലെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വാട്ടർ ബോഡീസ് എല്ലാം ഇങ്ങനെ വെറുതെ ഇട്ടേക്കുവാണ്, ഒന്നും ചെയ്യാതെ. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്തെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ക്ലൈമറ്റ് എക്സ്ട്രീംസ്, അതായത് റെയിൻഫോളിന്റെ മൊത്തം അളവ് നോക്കുമ്പോൾ ചിലപ്പോൾ സെയിം ആയിരിക്കും. പക്ഷെ അതേ അളവ് വളരെ ചെറിയ കുറച്ച് 2-3 ദിവസം കൊണ്ട് അല്ലെ 5 ദിവസം കൊണ്ടൊക്കെയാണ് അത് പെയ്ത് തീരുന്നത്. അപ്പൊ അവിടെ ഫ്ലഡ് ഉണ്ടാവുന്നു. അതേ സ്ഥലത്ത് സമ്മർ വരുമ്പം ഡ്രൗട്ട് ഉണ്ടാവുന്നു. അപ്പൊ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ എന്തെങ്കിലും ഈ ഇത്രയും മഴ പെയ്യുമ്പോൾ അതിനെ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള അറ്റ്ലീസ്റ്റ് മെഷർമെന്റ് വൈസ് എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതൊക്കെയാണ്. പിന്നെ ഗവേണൻസ് ആൻഡ് ഡേറ്റ, അതായത് പല ഡിപ്പാർട്ട്മെന്റ്സ് വെള്ളത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വാട്ടർ അതോറിറ്റി ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, ലോക്കൽ സെൽഫ് ബോഡീസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കോർഡിനേഷൻ എവിടെയോ മിസ്സിംഗ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം തമ്മിൽ. അപ്പം അതിനെന്തെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ, ടു മേക്ക് ഇറ്റ് ടു ബ്രിങ് ഓൾ ദ ഡേറ്റ ഇൻ ടു എ കോമൺ പ്ലാറ്റ്ഫോം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പിന്നെ സിറ്റിസൺ ഫേസിങ് വാട്ടർ ഡേറ്റ. ഇപ്പൊ ഞാൻ ഒരു സിറ്റിസൺ ആണ് ഇവിടുത്തെ. എനിക്കിപ്പം ഇവിടുത്തെ എന്റെ വീടിനടുത്ത് കൂടെ പോകുന്ന ഏതൊക്കെ പൈപ്പ് ലൈൻസ് ആണ് എനിക്കൊന്ന് അറിയണം. അപ്പൊ എനിക്ക് നോക്കാൻ ഒരു കാര്യവും ഇല്ല. ഒരു കാര്യം, ഞാൻ വാട്ടർ അതോറിറ്റിയുടെ ആളിനെ വിളിച്ച് ചോദിച്ച്, ചിലപ്പോൾ അവർക്കും അറിയത്തില്ലായിരിക്കും, അങ്ങനെ അറിയണമെന്നില്ല. അപ്പൊ എനിക്ക് അറിയണം എന്റെ വീടിന്റെ അടുത്ത് കൂടെ പോകുന്ന പൈപ്പ് ലൈൻ ഏതാണ്, എത്ര വലുതാണ്, എത്ര ഡയമീറ്റർ അതിന്റെ, അത് എന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി അറിയണം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ ഡേറ്റ ഒന്നും ഇല്ല. അപ്പൊ സിറ്റിസൺ ഫേസിങ് വാട്ടർ ഡേറ്റ, സിറ്റിസന് നോക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ആപ്പും ഇവിടെ അവൈലബിൾ അല്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ, വാട്ടർ ട്രീറ്റഡ് ആസ് പറഞ്ഞ പോലെ നമുക്ക് വെള്ളം എവിടുന്നോ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ അത് മാറണം. ആ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. തോട്ട് പ്രോസസ് മാത്രമല്ല, നമുക്കത് അലർട്ട് ആദ്യമൊന്നും ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് ഉണ്ടാവത്തില്ല. ആ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ സ്റ്റോം വാട്ടർ ആൻഡ് സ്യൂവേജ് വിൽ ഷെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ മോസ്റ്റ്, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇക്കാര്യം. ഓക്കെ, ഇനി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നമ്മൾ പ്രോബ്ലം 5 വൈസ്, അതായത് ഹൗ മൈറ്റ് ബി എന്ന് പറയുന്നത്, എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഹൗ വി ക്യാൻ കോൺട്രിബ്യൂട്ട്. അത് എപ്പോഴും ചിന്തിക്കണം. ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഈ പറഞ്ഞ ഏരിയാസ് ഡൊമൈൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ മാപ്പിംഗ് ചെയ്യണം. അതായത് ഒരു മിസ്മാച്ച് ഉണ്ട്, ആരാണ് സഫർ ചെയ്യുന്നത്, ആർക്കാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അത് കണ്ടുപിടിക്കണം. ഇപ്പൊ ആരാണ് സഫർ ചെയ്യുന്നത്. ചില സ്ഥലത്ത് വെളിപ്പം തന്നെ കോളേജിൽ, ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ക്ലാസ് സസ്പെൻഡ് ചെയ്തു, വെള്ളമില്ലായിരുന്നു. അപ്പൊ സ്റ്റുഡൻസ് സഫർ ചെയ്തു. അപ്പൊ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എപ്പോഴും ഇങ്ങനെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള
കാര്യങ്ങൾ മാപ്പ് ചെയ്യാം. ദെൻ കൺസ്ട്രെയിൻ ബേസ്ഡ് ഐഡിയേഷൻ, അതായത് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു വെറുതെ ഇങ്ങനെ ചിന്തിച്ച് പോയാൽ നമുക്ക് പല ഐഡിയാസും വരും. പക്ഷെ നമുക്ക് എന്താ കൺസ്ട്രെയിൻഡ് അവിടെ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ആ ഐഡിയയിലോട്ട് എത്താൻ. ഇപ്പം പറഞ്ഞ പോലെ US-ലും സിംഗപ്പൂരിലും ഉള്ള സിസ്റ്റം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മുടെ കൺസ്ട്രെയിൻഡ് എന്താണ്, നമ്മുടെ കേരളത്തിലുള്ള കൺസ്ട്രെയിൻഡ് എന്താണ്, അല്ലെ നമ്മുടെ സിസ്റ്റത്തിലുള്ള കൺസ്ട്രെയിൻഡ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കൊരു പ്രൊഡക്റ്റിലേക്ക് പോകാനായിട്ട്. ഓക്കെ. പിന്നെ ക്രോസ് ഡൊമെയിൻ ബോറോയിങ്, സ്റ്റീൽ സൊല്യൂഷൻസ് ഫ്രം അതർ സെക്ടേഴ്സ്. അതായത് ഇപ്പം വെള്ളത്തിന്റെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ മാനേജ്മെന്റിൽ യൂസ് ചെയ്ത അതേ മെത്തഡോളജിയാണ് നമ്മൾ ഇവിടെ ടു ആൻ എക്സ്റ്റെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എടുക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ അതർ സെക്ടേഴ്സിൽ നിന്ന് എടുത്തെന്ന് ജനറൽ ആയിട്ട് പറയുന്നത്. പിന്നെ കോസ്റ്റും ഇമ്പാക്റ്റും അത് നമ്മൾ കമ്പയർ ചെയ്യണം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ്, നമ്മൾ അങ്ങോട്ട് ഇടുന്ന ഒരു കോസ്റ്റ്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റ്, അത്രയും ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇപ്പം റോൾ ഓഫ് ടെക്നോളജി ഇൻ വാട്ടർ മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ വാട്ടർ കൺസർവേഷൻ ചെയ്യാം, വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗിൽ ചെയ്യാം, സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത്. ഇപ്പം മുട്ടത്തറ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതിനകത്ത് കാണാൻ പറ്റും അവിടുത്തെ pH എത്ര ആണ്, പക്ഷെ അവിടെയും ലിമിറ്റഡ് ആണ്, 2-3 പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വാട്ടറിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാൻ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പം വി ക്യാൻ തിങ്ക് ഓഫ് ഹൗ വി ക്യാൻ ബ്രിങ് ദോസ് പാരാമീറ്റേഴ്സ് ഓൾസോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഫ്ലഡ് ആൻഡ് ഡ്രൗട്ട് മാനേജ്മെന്റിൽ കോൺട്രിബ്യൂഷൻ ചെയ്യാം. പിന്നെ നമുക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് പബ്ലിക് അവയർനെസ്, എൻഗേജ്മെന്റ്, വെള്ളത്തിനെ കുറിച്ചുള്ള പബ്ലിക് അവയർനെസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഡേറ്റ കളക്ഷൻ, അനാലിസിസ്, ഇപ്പൊ നിങ്ങൾക്ക് IT ഫീൽഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് അവയർനെസ് കൊടുക്കുക. കാരണം ഇത്രയും വെള്ളം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയും ഇല്ല. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് തന്നെ, റിവർ തന്നെ അതിന്റെ അളവ് കുറഞ്ഞു വരുന്നതും അങ്ങനത്തേക്കുള്ള അനാലിസിസ് ചെയ്ത് ജനങ്ങളെ ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നമുക്ക് ഇപ്പം നമ്മുടെ എന്താ പറയുക സ്കാഡ സിസ്റ്റംസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ലീക്ക് കുറയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയുള്ളത്. പിന്നെ വാട്ടർ ട്രീറ്റ്മെന്റ്, മെംബ്രെയിൻ ടെക്നോളജീസ് ഒക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓക്കെ. ഇത് ഞാൻ വിടുന്നു. ഞാൻ കുറച്ച് പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഇന്നോവേഷൻ ഇപ്പം ഈ ഇന്നോവേഷനകത്ത് കൂടെ വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് നമുക്ക് ഇതൊരു സീ വാട്ടർ, ആദ്യത്തെ പടം എന്ന് പറയുന്നത് ഒരു സീ വാട്ടർ ഡീസലൈനേഷൻ പ്രോസസ് ആയിരുന്നു. അതായത് കടലിലെ വെള്ളം എടുത്തിട്ട് അതിന്റെ ഉപ്പ് കളഞ്ഞിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്തതാണ് ശരിക്കും ഈ മെംബ്രെയിൻ. അതായത് മെംബ്രെയിൻ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അത് ശരിക്കും ഒത്തിരി സ്റ്റാർട്ടപ്സ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മെംബ്രെയിൻ തന്നെ പല രീതിയിൽ പല ഫോംസിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് ഒത്തിരി സ്റ്റാർട്ടപ്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു ഏരിയ ചെയ്യാൻ പറ്റുന്നത്, വാട്ടറിന്റെ ഈ ഡീസലൈനേഷൻ പ്രോസസ്സ്. അതിനകത്ത് നമുക്ക് ഈ മെംബ്രെയിൻ ഇന്റഗ്രേഷൻ, അപ്പൊ ഈ മെംബ്രെയിൻ ആ ടെക്നോളജിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഒരു ഏരിയ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് സ്മാർട്ട് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കോ, ഇത് ഡേറ്റ കളക്ഷൻ യൂസിങ് സെൻസർ സിസ്റ്റംസ്. അപ്പൊ ഇതൊരു സിറ്റിയാണ് കാണിച്ചേക്കുന്നത്. ആ സിറ്റിയിൽ പല സ്ഥലത്തും നമുക്ക് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് വെച്ചിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു അഡ്വാൻസ്ഡ് ഡേറ്റ അനാലിസിസ് അവിടെ നടക്കുന്നുണ്ട്. ഡേറ്റ ക്ലൗഡിലോട്ട് പോകും. അപ്പൊ എല്ലാം കണക്റ്റഡ്. അപ്പൊ ഡ്രിങ്കിങ് വാട്ടറിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് അതിനകത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ സ്മാർട്ട് ആക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു ഏരിയ കണ്ടോ, ചൈനയിലൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഫാസ്റ്റ് അഡ്വാൻസിങ് ആണ് സ്പോഞ്ച് സിറ്റീസ് എന്ന് പറയുന്നത് അവിടെ. അപ്പൊ ചൈന അതായത് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമ്മുടെ ബിൽഡിങ്സും ഇതിനൊക്കെ പറയുന്നത്. നമ്മൾ പച്ചപ്പ് കൊണ്ട്, അതായത് നമ്മുടെ ഗ്രീനറി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചൈന ഭയങ്കരമായിട്ട് ഈ സ്പോഞ്ച് സിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ 30 ചൈനീസ് സിറ്റീസ് വിൽ ഈച്ച് റിസീവ് ഇത് ശരിക്കും ഗ്രീൻ റൂഫ്, കൺസ്ട്രക്റ്റഡ് വെറ്റ്ലാൻഡ്സ്, പിന്നെ ഇൻക്രീസ് ട്രീ കവർ ആൻഡ് പെർമിയബിൾ പേയ്മെന്റ്സ്. ഇതും ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും. അതായത് പെർമിയബിൾ പേയ്മെന്റ്സ് എന്ന് പറയുന്നത് വെള്ളം വീഴുമ്പം
അത് ഒഴുകി പോകാതെ നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ പോകാൻ പറ്റുന്നത്. ഇനി പെർമിയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, ചില പോറസ് മെറ്റീരിയൽ ഒക്കെ വെച്ച് അവര് ഈ പേയ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അത് വെള്ളം വീഴുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ്ഡ് ആവുന്നുണ്ട് ചില ഏരിയകളിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ പേയ്മെന്റ്സും അങ്ങനെയുള്ള ഇത് അവര് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് വെള്ളം ഒഴുകി പോകുന്നത് സ്പീഡും കുറയ്ക്കും, അതിന്റെ സ്റ്റോം വാട്ടർ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും അത് പോകുന്നത്. ഇതൊരു ഈ ഏരിയയിൽ ഇപ്പൊ മെറ്റീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ ഉള്ളത് ഇന്നോവേഷൻസ് ഫോർ അഗ്രികൾച്ചറൽ വാട്ടർ സപ്ലൈ. അഗ്രികൾച്ചർ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഈ ഇതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കുറേ പുതിയ ടെക്നോളജീസ് ഇതിനകത്തെല്ലാം അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അഗ്രികൾച്ചർ വാട്ടർ സപ്ലൈയിൽ ചെയ്യാൻ. ഇപ്പൊ ഇലക്ട്രോ അഗ്രി ടെക്നോളജി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടെക്നോളജീസ് ഇതിനകത്ത് ചെയ്യുന്നത്. വാട്ടർ എക്സ്ട്രാക്ഷൻ ഫ്രം എയർ അതും ചെയ്തിട്ടുണ്ട് ഇവര്. ഇതെല്ലാം ഞാൻ പറയുന്ന സ്റ്റാർട്ടപ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ജനറലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസസ് ഇൻ വാട്ടർ ഫിൽട്രേഷൻ ടെക്നോളജി, അതാണ് നേരത്തെ പറഞ്ഞ മെംബ്രെയിൻ ടെക്നോളജി, റിവേഴ്സ് ഓസ്മോസിസ്, ഗ്രാഫിൻ മെംബ്രെയിൻസ്, നാനോ ടെക്നോളജി, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡീസാലിനേഷൻ പ്ലാന്റ്സ്, ലൈക്ക് അവിടെ നമുക്ക് സോളാർ പവർ യൂസ് ചെയ്യാൻ പറ്റും, എനർജി എഫിഷ്യന്റ് സിസ്റ്റംസ് ആൻഡ് മേക്ക് ഫ്രഷ് വാട്ടർ മോർ സസ്റ്റൈനബിൾ. ഈ ഡീസാലിനേഷന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത് ഭയങ്കര കോസ്റ്റ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം മുമ്പോട്ട് പോവാത്തത്. അപ്പൊ അതിനെ എന്തെങ്കിലും കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ, അതിന്റെ പവർ അറ്റ്ലീസ്റ്റ് സോളാർ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആ പ്ലാൻ വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പിന്നെ സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, സ്മാർട്ട് ടെക്നോളജീസ് ലൈക്ക് IoT, AI ആൻഡ് ലീക്ക് ഡിറ്റക്ഷൻ, യു ക്യാൻ ഓപ്റ്റിമൈസ് ദ വാട്ടർ കൺസർവേഷൻ. പിന്നെ വാട്ടർ റീസൈക്ലിംഗ് ടെക്നോളജീസ് ഉണ്ട്, അവിടെ വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് ത്രൂ ഗ്രെയിൻ വാട്ടർ, ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞു. ഡീസെൻട്രലൈസ്ഡ് ട്രീറ്റ്മെന്റ്, അതായത് എല്ലാം ഒരു മെയിൻ ട്രീറ്റ്മെന്റ് പ്ലാന്റിലോട്ടല്ലാതെ ലോക്കലൈസ്ഡ് ആയിട്ട് ചെറിയ ചെറിയ ഒരു റെസിഡൻസിലോ അല്ലെങ്കിൽ ഒരു വാർഡിനകത്ത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാൻ, അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. Then automated shut-off valves. Smart shut-off valves detect leaks and automatically stop water flow, preventing waste. അപ്പൊ ഭയങ്കര ഒരു വലിയ ലീക്ക് വന്നെന്ന് വിചാരിച്ചു, അല്ലെ പൈപ്പ് അങ്ങ് പൊട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഓട്ടോമേറ്റഡ് വാൽവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് വെള്ളത്തിനെ സ്റ്റോപ്പ് ചെയ്ത് അത് കൂടുതൽ ലീക്ക് വരാതിരിക്കാം. അത് വീടുകളിലും വേണേൽ നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെങ്കിൽ. ഓട്ടോമേറ്റഡ് ഷട്ട് ഓഫ് വാൽവ്സ്. ഓക്കെ, സോ സ്മാർട്ട് ആപ്ലിക്കേഷൻസ് ഫോർ വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് നോക്കിയാൽ അറിയാം എവിടൊക്കെ നമുക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ടീമിന്റെ സ്ട്രെങ്സും ഒരു SWOT അനാലിസിസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാം എവിടെയൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം നമുക്ക് ചിലവർക്ക് സെൻസർ ടെക്നോളജിയിലായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പൊ വാട്ടർ ക്വാളിറ്റി സെൻസേഴ്സ് ഉണ്ടാക്കാം. സെൻസേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ IIT പാലക്കാട്ടില് ഒരു ശ്രീനാഥ് എന്ന് പറഞ്ഞ ഒരു ഫാക്കൽറ്റി ഉണ്ട്. അവരൊക്കെ ഭയങ്കര നല്ല രസമായിട്ടാണ് അഗ്രികൾച്ചറിന്റെ ഫീൽഡിൽ ഈ വാട്ടർ ക്വാളിറ്റി സെൻസേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഡിസിഷൻ സപ്പോർട്ട്, തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു ആപ്പോ അല്ലെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ സ്മാർട്ട് മീറ്ററിങ് ആൻഡ് ബില്ലിംഗ് പറഞ്ഞു നേരത്തെ. പിന്നെ സ്മാർട്ട് ഇറിഗേഷൻ സിസ്റ്റംസ്, പിന്നെ വാട്ടർ ഫ്ലോ ആൻഡ് ലീക്ക് ഡിറ്റക്ഷൻ സെൻസേഴ്സ്, അക്യൂഫർ മോണിറ്ററിംഗ് സിസ്റ്റംസ്. ഇത് വളരെ കുറവാണ്, അവൈലബിൾ അല്ല, വളരെ കുറച്ച് ഏരിയയിലേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അക്യൂഫർ മോണിറ്ററിംഗ് സിസ്റ്റംസ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ എങ്ങനെ അഫക്ട് ചെയ്യും, എല്ലാവരും ഫ്രഷ് വാട്ടറിന്റെ കാര്യം പറയുന്നുണ്ട്, ഗ്രൗണ്ട് വാട്ടർ എങ്ങനെ അഫക്റ്റഡ് ആവുന്നുണ്ടോ, അതിനെ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ ഓട്ടോമേറ്റഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ്. ഇപ്പൊ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് വീടുകളിൽ, പക്ഷെ അത് ഓട്ടോമേറ്റഡ് അല്ല. അപ്പൊ ഓട്ടോമേറ്റഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റംസ് യു ക്യാൻ ഡിസൈൻ. പിന്നെ ഇപ്പം റിമോട്ട് സെൻസിങ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് റിമോട്ട് സെൻസിങ് ആൻഡ് സാറ്റലൈറ്റ് മോണിറ്ററിംഗ് വെച്ചിട്ട് നമുക്ക് വാട്ടർ മാനേജ്മെന്റ് അങ്ങനെയുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ദർ ആർ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് ഈ ഒരു ഏരിയയിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഇനിയത്തെ കാലത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് വാട്ടർ മാനേജ്മെന്റ് ആക്ച്വലി. ഇനി ഇത് സിംഗപ്പൂരിലെ ഒരു കാര്യമാണ്, ഡിപ്ലോയ്മെന്റ് ഓഫ് സ്മാർട്ട് വാട്ടർ ടെക്നോളജീസ് ഇൻ സിംഗപ്പൂർ. അവർക്കൊരു മൈ വാട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, മൈ വാട്ടർ. അവരുടെ സിംഗപ്പൂരിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പബ്ലിക് ഫേസിംഗ് മൊബൈൽ ആപ്പ്. നിങ്ങൾക്ക് നോക്കാം, പക്ഷെ അതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം നിങ്ങൾക്ക്. മൈ വാട്ടർ അതുപോലെ തന്നെ നമുക്ക് ട്രിവാൻഡ്രം വാട്ടർ ആക്കാം,
ഇപ്പൊ ട്രിവാൻഡ്രം സ്മാർട്ട് ട്രിവാൻഡ്രം ഉണ്ട്. ഇപ്പം വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി നമുക്ക് വെള്ളം വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും, കോളേജിലേക്ക്. ഇന്നിപ്പോ കോളേജിൽ അങ്ങനെയാണ് വെള്ളം എത്തിച്ചത്. സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പിൽ കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് വെള്ളം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മൈ വാട്ടർ എന്ന് പറയുന്ന അവിടുത്തെ പബ്ലിക് ഫേസിംഗ് മൊബൈൽ ആപ്പാണ്. എല്ലാ ഡീറ്റെയിൽസ് വാട്ട് എവർ details regarding water is needed, everything is there in that app. അപ്പൊ അവിടെ ഒരു ക്ലൗഡ് ബേസ്ഡ് അനാലിറ്റിക് പ്ലാറ്റ്ഫോം ഉണ്ട്. ദിസ് ഇസ് ദ ആർക്കിടെക്ചർ യു ക്യാൻ സി. ആൻഡ് ദെൻ ദ ന്യൂ അപ്കമിങ് ദിസ് തിങ് ഇസ് ദ ഡിജിറ്റൽ ട്വിൻ. ഇപ്പൊ ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തെ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ സപ്ലൈ സിസ്റ്റം നമുക്ക് 3D തന്നെ കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ പൈപ്പ് ലൈൻസ് ഇതിലേക്കൂടാണ് ഭൂമിയുടെ അടിയിൽ പോകുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു വിഷ്വലൈസേഷൻ. രണ്ടാമത്തെ കാര്യം ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം പല സ്ഥലത്തും സെൻസേഴ്സ് കാണും. ഇതിനകത്ത് പോകുന്ന വെള്ളത്തിന്റെ അളവ് നമുക്ക് നോക്കാൻ പറ്റും, എത്ര പ്രഷറിലാണ് ഇത് പോകുന്നത്, പിന്നെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്, പല സിനാരിയോസ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ ട്വിൻ എന്ന് പറയുന്നത്. അപ്പൊ അർബൻ ഡിജിറ്റൽ ട്വിൻസ് ഒരു വലിയ ഒരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കും. അവിടെ ശരിക്കും വേണ്ട ടെക്നോളജീസ് സ്പേഷ്യൽ ടെക്നോളജി, GIS, റിമോട്ട് സെൻസിങ്ങും വേണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അങ്ങനത്തെ കാര്യങ്ങളും വേണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ യു ക്യാൻ കം ഔട്ട് വിത്ത് എ ഡിജിറ്റൽ ട്വിൻ. ഇത് IIT ഡൽഹി ചെയ്തിട്ടുണ്ട്. IIT ഡൽഹി ഗുവാഹട്ടി ഏരിയയിലെ കംപ്ലീറ്റ് ഡിജിറ്റൽ ട്വിൻ അവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വാട്ടർ റിസോഴ്സസ് ഉണ്ട്, ഇതുപോലെ വാട്ടർ യൂട്ടിലിറ്റീസും ഉണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഒരു ആർക്കിടെക്ചർ കാണിച്ചേക്കുവാണ്. ഓക്കെ, ഇനി ഇത് 2024 3771 സ്റ്റാർട്ടപ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഏതൊക്കെ ഏരിയാസ് ഒരു 8 വാട്ടർ ഒരു ട്രെൻഡ് എന്താന്നുള്ളത്. ഇപ്പൊ കുറെ സ്റ്റാർട്ടപ്സ് വെള്ളത്തിന്റെ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതില് മെജോറിറ്റി സ്റ്റാർട്ടപ്സും വർക്ക് ചെയ്യുന്ന ഏരിയാസ് ആണ് അവർ കണ്ടുപിടിച്ചേക്കുന്നത്. ഇതൊക്കെ ആ സ്റ്റാർട്ടപ്സിന്റെ ചില പേരുകളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഈ ഏരിയ എന്ന് വെച്ചാൽ ഡിജിറ്റൽ വാട്ടർ മാനേജ്മെന്റ് 1, 2 വേസ്റ്റ് വാട്ടർ പ്രോസസ്സിംഗ്, പിന്നെ 3 ഫിൽട്രേഷൻ, മെംബ്രെയിൻ ടെക്നോളജി ഒക്കെ പറഞ്ഞത്, പിന്നെ ഫ്ലഡ് പ്രിവെൻഷൻ, പിന്നെ ഉള്ളത് വാട്ടർ സേവിങ് ടെക്നോളജി, എന്തെങ്കിലും രീതിയിൽ വാട്ടർ സേവ് ചെയ്യാം, പിന്നെ ഡീസെൻട്രലൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ വലിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതിന് പകരം ചെറിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, പിന്നെ ഇന്നോവേറ്റീവ് മെറ്റീരിയൽസ് വെച്ചിട്ട്, പിന്നെ ഡീസലൈനേഷൻ. ഈ 8 ഏരിയയിലാണ് മെജോറിറ്റി ഓഫ് ദ സ്റ്റാർട്ടപ്സ് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇറിഗേഷൻ മാനേജ്മെന്റിലാണെങ്കിലും ഇതുപോലെ സ്പ്രിംഗ്ലറും ഡ്രിപ്പ് ഇറിഗേഷൻ. പണ്ടൊക്കെ നമ്മളിങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും, ഇപ്പൊ അങ്ങനെയല്ല. നമുക്കൊരു പൈപ്പ് കൊണ്ടുവന്ന് ഒരു ഇതിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള വെള്ളം മാത്രമേ അവിടെ വീഴുള്ളൂ. ചെറിയ ചെറിയ ഇതുപോലെ ഇതാണ് ഡ്രിപ്പായിട്ട് തന്നെ വീണ് പോകുന്നതാണ്. പിന്നെ ഇതുപോലെ ഇറിഗേഷനകത്ത് സോയിൽ ബേസ്ഡ് ആയിട്ട്, അതായത് സോയിലിന്റെ മോയ്സ്ചർ കണ്ടന്റ്, പിന്നെ എവാപ്പോ ട്രാൻസ്പിറേഷൻ, പ്ലാന്റിന്റെ ഇലയുടെ മോയ്സ്ചർ കണ്ടന്റ്, ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടുപിടിക്കാനുള്ള ടെക്നോളജീസ് ഇപ്പോൾ ഉണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്. പിന്നെ അതുപോലെ സോളാർ ഇറിഗേഷൻ പമ്പുണ്ട്. പമ്പെല്ലാം സാധാരണ കറണ്ട് കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിനിപ്പം ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, സോളാർ ഇറിഗേഷൻ പമ്പ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ ഡ്രിവൻ ഇറിഗേഷൻ ഷെഡ്യൂൾ, IoT സെൻസേഴ്സ്, മെഷീൻ ലേണിംഗ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇറിഗേഷൻ, അത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തോട്ട് വെള്ളം കനാലിൽ നിന്ന് പോകണം, ഇതെല്ലാം മാനുവലായിട്ടാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാളും. അത് നമ്മളിപ്പം ഇതുപോലെ സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടും ആയിട്ടില്ല, നമ്മുടെ നാട്ടിലൊന്നും ആയിട്ടില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഓരോ സ്റ്റാർട്ടപ്സ് ആണ്, അതെല്ലാം നമുക്ക് റെഫർ ചെയ്യാം നിങ്ങൾക്ക് അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ. സാറ്റലൈസ്ഡ് ബേസ്ഡ് വാട്ടർ ലീക്ക് ഡിറ്റക്ഷൻ, ഗ്രാവിറ്റി ഡ്രിവൻ വാട്ടർ ട്രീറ്റ്മെന്റ്, then power plant water capture, then vapor absorption, distillation with energy recycling, the demand side cyber physical system and intelligent soil sensor. ഇനി ഇതൊന്നും അല്ലാത്ത വേറൊരു ഏരിയയും കൂടെ ഉണ്ട് വെള്ളത്തിന്റെ. അതായത് നമ്മളെല്ലാവരും ഇപ്പൊ AI പുറകിലോട്ട് പോവാണ്. അപ്പം there is another side of AI എന്നാ പറയുന്നത്, AI ഒരു മറു സൈഡ്. അതായത് ഈ AI ഇതെല്ലാം റൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം അറിയാം, ഇഷ്ടം വലിയ ഡേറ്റാ സെന്റേഴ്സിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ തന്നെ ഡേറ്റാ സെന്റേഴ്സ് ഒക്കെ കൂടുതൽ ഇനി കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഈ ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം പലരും ഈ പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രീസിൽ വലിയ വലിയ ഡേറ്റാ സെന്റേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഈ ഡേറ്റാ സെന്റേഴ്സിന് കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. അവിടെയൊക്കെ ഇഷ്ടം പോലെ വെള്ളത്തിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ആ വെള്ളം അവർ ആ ലോക്കൽ ഏരിയയിൽ നിന്ന് തന്നെയാണ് ആ വെള്ളം എടുക്കുന്നത്.
അപ്പൊ അവിടുത്തെയൊക്കെ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവൽ ഇപ്പം ഭയങ്കരമായിട്ട് താന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒബ്ജെക്ഷൻസ് ഒക്കെ പല സ്ഥലത്തും ഇപ്പം വരാൻ തുടങ്ങി. അപ്പം ദർ ഈസ് എ പോസിബിലിറ്റി, അതായത് നമ്മൾ ഈ അതിന്റെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഹാക്കത്തനിൽ ഒരു കുട്ടി പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത പലപ്പോഴും യൂസിലില്ലാത്ത കുറേ സെർവേഴ്സ് ഒക്കെ നമ്മുടെ ഇത് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, അതിനെ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അങ്ങനെ അത് ഇൻഡയറക്ട്ലി ആ വർക്കായിരുന്നു ആക്ച്വലി. സ്ലോലി അത് കണക്റ്റഡ് ടു വാട്ടറായിരുന്നു, വാട്ടറിന്റെ ഇത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാൻ പറ്റും. ദിസ് ഈസ് ഹൗ വി ഹാവ് ടു റീതിങ്ക് ദ വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ലെയേഴ്സ് നമുക്ക് പെർസെപ്ഷൻ ലെയർ നമ്മുടെ, അതായത് അവിടെ എല്ലാം സെൻസർ വെച്ചിട്ട് ഡേറ്റ ആയിരിക്കും കംപ്ലീറ്റ്ലി. കളക്ട് ഇൻഫർമേഷൻ ഫ്രോം ദ എൻവയൺമെന്റ് ആൻഡ് പാസ് ദ ഡേറ്റ ടു ദി നെറ്റ്വർക്ക് ലെയർ. ഇനി നെറ്റ്വർക്ക് ലെയറിലോട്ട് വരുമ്പം നമുക്ക് അവിടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ട്, അതായത് ട്രാൻസ്ഫർ സെൻസർ ഡേറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ത്രൂ നെറ്റ്വർക്ക് സച്ച് ആസ് വയർലെസ്, ലാൻ, ബ്ലൂടൂത്ത്, RFID ആൻഡ് LoRa. അപ്പൊ ഇത് നെറ്റ്വർക്ക് ലെയർ. അതിന്റെ താഴെ എത്തുമ്പോഴാണ് നമുക്ക് ആപ്ലിക്കേഷൻ ലെയർ വരുന്നത്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പൊ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ, യു സ്റ്റോർ ഇറ്റ്, അനലൈസ് ആൻഡ് പ്രോസസ് ഡേറ്റ യൂസിങ് databases, cloud computing and big data processing techniques. And then you can you do the analytics and you can visualize, apply machine learning models and other analytic frameworks to forecast trends, identify patterns and optimize processes. And then the control application, you automate and manage devices based on sensor data, analytical insights and predefined rules. അപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ ഡ്രിവൻ ഒരു വാട്ടർ മാനേജ്മെന്റിലേക്കാണ് നമ്മൾ ഇനി ആലോചിച്ച് തുടങ്ങേണ്ടത്. അപ്പം ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്, ഇങ്ങനെ ഈ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം യു ക്യാൻ ഫോം ടീംസ് ആൻഡ് യു ക്യാൻ കം അപ്പ് വിത്ത് ഗുഡ് ഐഡിയാസ്. പ്രൊട്ടക്ട് എവറി സോഴ്സ്, harvest every roof, treat and reuse water, innovate and monitor and empower communities. ഈ 5 എണ്ണം നമുക്ക് ഇനി ഒരു ഷെയർഡ് വിഷൻ ആയിട്ടാണ് 2030 വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. So every drop which you save, it counts actually. Okay. അപ്പൊ നമ്മുടെ YIP-ലൊക്കെ ശരിക്കും ഐഡിയയെക്കാട്ടിലും ഒരു പ്രോബ്ലം, ഐഡിയ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും ഒരു പ്രോബ്ലം കാണുക, ചുറ്റിനുമുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം, ആ വെള്ളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. യു ടേൺ യുവർ ഒബ്സർവേഷൻ ഇൻ ടു ആൻ ഇന്നോവേഷൻ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ സുജ. ഇത് വളരെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. കാര്യം ഇവർക്ക് ഈ വെള്ളത്തിന്റെ ഒരു ഓവറോൾ ലാൻഡ്സ്കേപ്പ് പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം പോസിബിൾ ഇന്നോവേഷൻസ്, അതാണല്ലോ YIP-ൽ കുട്ടികൾക്ക് എന്തെല്ലാം ഏരിയകളിൽ ഇന്നോവേഷൻ സാധ്യത ഇനിയും ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കുറവുകളുണ്ടെന്നുള്ള കാര്യം കൂടെ പറഞ്ഞു കൊടുത്തത് വളരെ യൂസ്ഫുൾ ആയി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചില ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരു ഹാൻഡ് റൈസ് ചെയ്യാം. വളരെ വളരെ റെലവെന്റ് ആയിട്ട് ഇപ്പോഴും ഈ പല നാട്ടിലും പല സ്ഥലത്തും റെഡ് അലേർട്ടും അമിത മഴയൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. പക്ഷെ ഈ സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലാനറ്റിന്റെ 1% ആണ് ഉപയോഗയുക്തമായിട്ടുള്ളതെന്നുള്ള വളരെ അതിശയിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ. അത് കുടിക്കുന്ന വെള്ളമാണോ ഉദ്ദേശിച്ചത്? അല്ല, ഫ്രഷ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് 1% ഉള്ളൂ. ഒരു 70% കൃഷിക്ക് പോകുന്നു. സോ അതെങ്ങനെ കൺസർവ് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു ക്രൈസിസിലേക്ക്, പ്രതിസന്ധിയിലേക്ക് ഇത് പോകുന്നതാണ്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്ന ചോദ്യങ്ങൾ എടുക്കാം അല്ലെ? അപ്പം രമ്യ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. സാർ അൺമ്യൂട്ട് ചെയ്യാമേ. സ്റ്റുഡൻസിനെ അൺമ്യൂട്ട് ചെയ്തിട്ട് റൈസ് ചെയ്തിട്ട് ചോദിക്കാം. രമ്യ ചോദിച്ചു. മീറ്റിംഗിൽ ഇല്ല, പക്ഷെ രമ്യ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ബ്രേക്ക് ആയി പോയി, ഫോണ് കണക്ട് ആവാത്തോണ്ട്. ഞാൻ രമ്യയുടെ ഫാദറാണ്. ചോദ്യം എന്തായിരുന്നു എന്നറിയാമോ? ചോദിക്കാൻ 2 വർഷമായിട്ട് 2025-24 YIP-ല് രമ്യ ഇത് ഭാഗമായിട്ട് 26 ആക്ച്വലി ഇത് വന്നപ്പോ എന്താ പറയുക, ജില്ലാ തലത്തിൽ എത്തി. അപ്പൊ പ്രസന്റ് ചെയ്തിരുന്ന ഒരു സാധനം എന്ന് വെച്ചാല് ഈ സ്കൂൾസിൽ ബേസിക്കലി
ഉണ്ടാവുന്ന നമ്മൾ ഈ ഫോസറ്റ്സിൽ ഉണ്ടാവുന്ന വാട്ടർ വേസ്റ്റേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ സേവിങ് ഏരിയേറ്റേഴ്സിനെ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു സ്റ്റഡി. അപ്പൊ അതിൽ എന്താ പറ്റിച്ചാല് ജില്ലാ തലത്തിൽ വന്നപ്പോ അവിടുന്ന് ജഡ്ജിങ് കമ്മിറ്റിയിൽ നിന്ന് ആരോ ചോദിച്ചു, ഇത്ര നിങ്ങൾ പുതിയൊരു സാധനം ഇന്നോവേറ്റ് ചെയ്യണം, അല്ലാതെ ഉള്ളൊരു സാധനം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടായത്. അത് പിന്നെ ജില്ലാ തലത്തിൽ തന്നെ ഡിസ്കണക്ട് ആയി, മീൻസ് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂഷൻ കിട്ടിയില്ല. അപ്പോ അങ്ങനെ വല്ല ഇതും ഉണ്ടോ, ദാറ്റ് ഇന്നോവേറ്റ് ചെയ്യണം തന്നെ നിർബന്ധമുണ്ടോ, അല്ല ഉള്ള ഒരു സാധനത്തിന് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാലും അത് മതിയാവില്ലേ? എനിക്കാണെന്ന് തോന്നി ചോദ്യം. ഇത് ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും പുതിയൊരു സാധനം ബ്രാൻഡ് ന്യൂ ഉണ്ടാക്കണം എന്നല്ലല്ലോ. നമുക്ക് എക്സിസ്റ്റിംഗ് യൂസിനെ എൻഹാൻസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, പുതിയ യൂസിനായിട്ട് ഉപയോഗിക്കാം. രണ്ട് സംഭവങ്ങൾ കമ്പൈൻ ചെയ്ത് ഇന്നോവേഷൻ കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് കേരള കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരുന്ന സാധനത്തിനും പ്രൈസ് വിന്നേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് ഇവിടെ കഴിഞ്ഞ 2 വർഷം ചെയ്തൊരു സാധനം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സാധനമായിരുന്നു. എന്താ ഈ ഒരു നമുക്കിപ്പോ വാട്ടർ സേവിങ് ഏരിയേറ്റേഴ്സ് വരുന്നുണ്ട്, നമുക്ക് ഈ ടാപ്പിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അതെന്ത് ബേസിക്കലി ഞങ്ങളുടെ വീട്ടില് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് ഇത് എന്തുകൊണ്ട് സ്കൂളിലേക്ക് അഡോപ്റ്റ് ചെയ്തുകൂടാന്നൊരു തോന്നൽ വന്നത്. അതിന്റെ അകത്ത് ഉണ്ടാകുന്ന സേവിംഗ് എന്ന് പറഞ്ഞാൽ നിയർലി അബൌട്ട് 11 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ പെർ ഡേ സേവിംഗ് ആണ്. ഈ ഒരു ഇന്നോവേഷനെ പറ്റി എന്തെങ്കിലും അല്ല, എനിക്ക് കേട്ടതുകൊണ്ടോ? തോന്നുന്നു അത് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷനിൽ നിന്ന് എന്തായിരുന്നു, ലൈക്ക് എന്താണ് അതിൽ നിന്നുള്ള ഒരു വേരിയേഷൻ, അല്ലെ എന്താണ് അതിനകത്തുള്ള ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു വാല്യൂ അഡീഷൻ ചെയ്തേന്നുള്ളത് എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. കാരണം ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ ഈ ഒരു ഈ കാറിന്റെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ പോകുമ്പോൾ ബാംബു കാർസ് ഒക്കെ ഉണ്ടാക്കി അവർ പോവാറുണ്ട്. അപ്പം അത് ഓരോ വർഷം ചെയ്ത കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ടൈം അവർ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ചെയ്യുന്നത്, അല്ലാതെ എൻറ്റയർലി പുതിയ കാര്യമല്ല ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ചിലപ്പോ ഒക്കെ പ്രൈസ് ഒക്കെ കിട്ടിയാണ് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു എൻറ്റയർലി പുതിയൊരു സാധനം ചെയ്യണം എന്നൊന്നും അങ്ങനെ ഇല്ല. YAP 8.0 കാര്യമല്ലേ പറയുന്നത്? അതെ, 8.0. അപ്പൊ നമുക്ക് ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ല. കോഴിക്കോട്. നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് ഓഫ്ലൈനായിട്ട് എടുക്കാം. വിൽ കോൺടാക്ട് അനുമറിയ എടുത്ത് ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ സാർ അനുമറിയ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊന്ന് അറിയിക്കുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം എന്താ വെച്ചാല് ഒരു ഐഡിയയും കൂടെ വെച്ചിരുന്നു. 7.0 എല്ലാം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ 50 വർഷം. അപ്പൊ എന്താ വെച്ചാൽ അത് ബേസിക്കലി എന്താ വെച്ചാല് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്, സിവേജ് മാനേജ്മെന്റ് ആയിരുന്നു അതിന്റെ അകത്തുണ്ടായിരുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അത് ഓരോ വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതൊരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് ചെയ്തെടുത്തിട്ട് ചെയ്യാവുന്ന ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളത് അങ്ങനെ കടന്നുപോയത് സാധനം. വീണ്ടും ആ സാധനം റീപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ ഇതില്? നമുക്ക് നോക്കാം. അല്ല, YAP അല്ലെങ്കിൽ തന്നെ നമ്മൾ പ്രോട്ടോത്തോൺ എന്നൊക്കെ പറഞ്ഞ് ഇവന്റ് നടത്താറുണ്ട് കുട്ടികൾക്ക് ഇതിനെ മെന്ററിങ്ങും ഇതൊക്കെ കൊടുക്കുന്ന ഇതിലേക്ക്. അപ്പൊ അതിൽ പരിഗണിക്കാവുന്നതാണോ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എക്സിക്യൂട്ടീവായിട്ടൊന്ന് കീപ് ഇൻ ടച്ച് ചെയ്യുക. അനുമറിയാം അത് ചെയ്തെടുത്താൽ വളരെ നല്ലതാ. കാരണം എന്ന് വെച്ചാല് ഇപ്പം നമുക്ക് തന്നെ കുറെ വീടുകൾ അറിയാം ഡയറക്ട്ലി സ്യൂവേജ് ഈ നമ്മുടെ സ്ട്രീംസിലോട്ട് തന്നെ ഇടുന്ന പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്തുള്ള പ്രശ്നം വരുന്ന ഗവൺമെന്റ് ലെവലിൽ എന്ന് വെച്ചാല് ഇപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ അങ്ങ് ക്ലോസ് ചെയ്യാം, വന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഓൾട്ടർനേറ്റ് മീൻസ് എന്നുള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ചെറിയ വീടുകളായിരിക്കും, വളരെ അപ്പൊ ഈ പറഞ്ഞ ഒരു ചെറിയ ഓരോ വീടുകളിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഗവൺമെന്റിൽ തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അത്. ഐഡിയയും കൂടി ഉണ്ട്. അപ്പൊ അത് രണ്ടൊന്നും കൂടെ പ്രസന്റ് ചെയ്യാം. റൈറ്റ്. അപ്പൊ YAPയിൽ ഡിസ്ട്രിക്ട് ജയിച്ചോ സ്റ്റേറ്റ് ജയിച്ചോ അതൊന്നും കാര്യമാക്കണ്ട. എല്ലാം നല്ല ഐഡിയകളാണ്. നമുക്ക് അതൊക്കെ പരിശോധിക്കാനൊക്കെ സ്കോപ്പ് ഉണ്ട്, അതിനൊക്കെ സാധ്യതകൾ. അത് നമുക്ക് ആദ്യം പറഞ്ഞ ഈ വാട്ടർ സേവിങ്ങിന്റെ സാധനം എഞ്ചിനീയേഴ്സ് മീറ്റിൽ വെച്ചിട്ട് ഒരു ഇവർ രണ്ടുപേരും പ്രസന്റ് ചെയ്തിട്ട് അവർക്ക് ക്യാഷ് അവാർഡ് കിട്ടിയതാണ്. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം, കുഴപ്പമില്ല.
ഓക്കെ ശരി, എനിക്ക് താങ്ക്സ്. നമ്മൾ ഓക്കെ, താങ്ക് യു. നമ്മള് കുറച്ചൊരു സ്റ്റാർട്ടിന് ഒരു ഡിലേ ഉണ്ടായിരുന്നല്ലോ, അപ്പം ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുക്കാനായിട്ട് അത് ഒരു 10-15 മിനിറ്റ് കൂടെ പോകാൻ തോന്നുന്നു. അടുത്ത ആരാണ്? സൈൻ അഷ്ഫാഖ്. ഹലോ സാർ, ഞാൻ പറഞ്ഞത് ഈ പുറം രാജ്യങ്ങളിലുള്ള സാധനങ്ങൾ നമുക്ക് കേരളത്തിലേക്ക് അത് മോഡിഫൈ ചെയ്ത് സാധനങ്ങൾ ആക്കാൻ പറ്റുമോ, മെയ്ഡ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ എന്ന് വെച്ചാൽ ഇന്ത്യയിലൊന്നും എത്താത്ത ടെക്നോളജീസ് പുറം രാജ്യങ്ങളിലുള്ള ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ നാട്ടില് എങ്ങനെയാണ് പറ്റുന്നത് അതനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കണം അതിനെ. ഓക്കെ. ഇപ്പം മാം പറഞ്ഞത് പലരും ശ്രദ്ധിച്ചു കാണും. സിംഗപ്പൂരിലും മറ്റും സ്യൂവേജ് വാട്ടറിൽ നിന്ന് വരെ യൂസബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പ്രസിഡന്റ് ആണ് ആദ്യം കുടിച്ചു കാണിച്ചത്. അതെ അതെ അതെ, കേട്ടിട്ടുണ്ട്. അറിയത്തില്ലേ, അത് പ്രസിഡന്റ് ആണ് ആ വെള്ളം ആദ്യം കുടിച്ചു കാണിച്ചത്. കാരണം നമുക്കൊക്കെ ഒരു മടി വരും അല്ലെങ്കിൽ അത് കുടിക്കും. അത് അത്രയ്ക്ക് ക്വാളിറ്റി അതാണ്. അതുപോലെ ഗൾഫിൽ മുഴുവൻ കടൽ വെള്ളമാണല്ലോ ഡീസലൈനേറ്റ് ചെയ്ത് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട്. എല്ലാം പോസിബിൾ ആണ്. അപ്പോ അമൻ പി മാത്യൂസ്, വേഗം ചോദിച്ചോ. നഗരങ്ങളിൽ മഴവെള്ളം സംഭരണം രണ്ട് ഡിവൈസ് ഓൺ ആണെങ്കിൽ ഒരെണ്ണം ഓഫാക്കുക. അതെ അതെ, എക്കോ അടിക്കുന്നുണ്ട്. മീൻ ടൈം അടുത്ത ആൾക്ക് ചോദിക്കാം. അനവധ്യ. കേൾക്കാം സാറേ. ഉറക്കെ പറഞ്ഞോളൂ. നമ്മുടെ കേരളത്തിലെ നഗരങ്ങളിലെ മഴവെള്ളം സംഭരണം സംവിധാനം കൂടുതൽ ഫലപ്രദമാക്കാൻ എന്തെല്ലാം ചെയ്യാനാകും? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ പറ്റിയാണെന്ന് തോന്നുന്നു. മഴവെള്ള സംഭരണം കുറച്ചുകൂടെ ഫലപ്രദമാക്കാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? അത് നമുക്ക് നമ്മുടെ ഓരോ വീടുകളിലും നമുക്ക് നമ്മളിപ്പം എല്ലായിടും ടൈലിട്ട് വെക്കുന്നില്ലേ, അപ്പൊ ആ ടൈലിടുന്ന പരിപാടിയൊക്കെ നിർത്തുക, കുറയ്ക്കുക. അപ്പൊ നമുക്ക് വെള്ളം താഴോട്ട് പോകും, മറ്റേ നമുക്ക് റോഡിലോട്ട് ഒഴുകി പോകാത്തതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്താ പറയാ, നമ്മുടെ റൂഫ്സ് ഒക്കെ നമുക്ക് ശരിക്കും അവിടെ ചെടികള് അങ്ങനെയുള്ള ഗ്രീൻ ഇത് ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും ഗ്രീൻ ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഈ പലരും വിചാരിക്കും ഈ ചെടികൾ നടന്ന, അത് മാത്രമല്ല ഗ്രീൻ ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് അവിടെ നിന്നുള്ള കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് റൂഫ്സില് ഇഷ്ടംപോലെ ഇപ്പം എന്താ പറയാ വാട്ടർ അബ്സോർവ് ചെയ്യുന്ന പോലത്തെ ചെടികളുണ്ട്. ആ ചെടികൾ ഒരു നല്ല മെത്ത പോലെ ഇങ്ങനെ കിടക്കും. ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ സൺഷെയ്ഡുകളൊക്കെ ഇല്ലേ, അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഏതൊക്കെ ഏരിയസിൽ പറ്റും അതെല്ലാം നമുക്ക് ചെടികളൊക്കെ വെച്ച് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതൊന്നുമല്ല, നമ്മൾ നാട്ടിൻപുറത്താ താമസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ സ്ഥലം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റൂഫിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പ് വഴി ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ ഓപ്പൺ വെല്ലുണ്ടെങ്കിൽ ആ ഓപ്പൺ വെല്ലിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് പതുക്കെ പൊക്കോളും. മീൻസ് വെല്ലിന്റെ അടുത്ത് എത്തുമ്പോൾ മാത്രം ഒരു ചെറിയ ഫിൽട്രേഷൻ സിസ്റ്റം കൊടുത്താൽ മതി. ഇത് കല്ലൊക്കെ വെച്ചിട്ടുള്ള ഫിൽട്രേഷൻ, നാച്ചുറൽ ഫിൽട്രേഷൻ, അത് കൊടുത്താൽ മതി. അതെല്ലാം ഇപ്പം പലയിടത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിന് ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സബ്സിഡി ഉണ്ട്. അവര് ഫ്രീ ആയിട്ട് വന്ന് ഇത് ചെയ്തു തരുന്നുണ്ട്. അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമുക്ക് ഈ ഒരു ഉപദേശം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ അറിയണമെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഓരോ ജില്ലയിൽ? ഗ്രൗണ്ട് വാട്ടറിന്റെ ആണോ അതോ വാട്ടർ അതോറിറ്റി ആണോ, സെന്റർ വാട്ടർ? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് കാര്യങ്ങളാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതോറിറ്റി. പബ്ലിക്കിനൊക്കെ അവര് അത് പറഞ്ഞു കൊടുക്കുമോ? ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഞങ്ങളുടെ കോളേജിലൊക്കെ ചെയ്തത്, സിഇടിയിൽ ചെയ്യുന്നുണ്ട്, പലയിടത്തും ചെയ്യുന്നുണ്ട്. YIP നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡർ സർവേ പ്രോത്സാഹിപ്പിക്കാറുണ്ടല്ലോ. എല്ലാവരോടും ചോദിച്ച് നല്ലപോലെ അതിന്റെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് ഐഡിയേഷൻ നടത്താനാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ റിസോഴ്സസ് ഫിറ്റ് ചെയ്യുക, അത് നമ്മുടെ
പിന്നെ ടീം അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെയും കൂടെ ആവശ്യത്തിനാണ് അത് ചോദിച്ചത്. കുട്ടികൾക്ക് നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ ആരെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത്. കോഴിക്കോട് ജില്ലയില് CWRDM എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. Correct. അറിയാം, നമ്മുടെ കോഴിക്കോട്. അത് അതെ. വലിയൊരു ഒരു റിസോഴ്സ് ഫോർ വാട്ടർ മാനേജ്മെന്റ് ആണ്. അതെ, KDSകിന്റെ പാർട്ണറാണ് നമ്മൾ. ഇതുള്ള അവിടുന്ന് മെന്റർമാർ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവർക്ക് ബ്രാഞ്ച് ഉണ്ടല്ലോ അവിടെ ട്രിവാൻഡ്രത്തുണ്ട്. അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അത് നമ്മൾ യൂസ് ചെയ്യും. അനവധ്യ. മാം, എന്റെ പേര് അനോദ്യ എന്നാണ്. എന്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഈ കെമിക്കൽ ഫാക്ടറീസിലൊക്കെ ഉള്ള എക്സസീവ് കെമിക്കൽസ് ഒക്കെ അവര് തൊട്ടടുത്തുള്ള വാട്ടർ ബോഡീസിലേക്കൊക്കെ ഒഴുക്കിയിടാറുണ്ട്. അപ്പൊ ഈ ഫാക്ടറീസിലുള്ളവർക്ക് അറിയാം അത് വാട്ടർ ബോഡീസിലേക്ക് ഒഴുക്കി വിടുമ്പോൾ അത് വാട്ടറിന് എന്താ ഹാംഫുൾ ആണെന്ന് അവർക്കറിയാം. എന്നിട്ട് അവരിത് ചെയ്യുന്നു. അപ്പൊ ആസ് എ സ്റ്റുഡന്റ് എനിക്ക് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ ഇൻഡസ്ട്രീസ് മാത്രമല്ല, ഹോസ്പിറ്റൽസും അങ്ങനെ ചെയ്യാറുണ്ട്. പല ഹോസ്പിറ്റൽസും നമുക്കറിയാവുന്ന തന്നെ പല ഹോസ്പിറ്റൽസ് ഇതൊക്കെ ചെയ്യുന്നുമുണ്ട്. നമ്മളത് ട്രാക്ക് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങളൊരു സജഷൻ പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ഹോസ്പിറ്റൽസിനും അവരുടേതായ ഈ എന്താ പറയാ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റും അതെല്ലാം വേണം. മാത്രമല്ല അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഗവൺമെന്റിന്റെ ലെവലിൽ വേണം. കാരണം ഈ സിസ്റ്റം കാണും, പക്ഷെ ഇവര് ഫുൾ ടൈം ഓപ്പറേറ്റ് ചെയ്യത്തില്ല. കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി പൈസ വേണം. ഈ മറ്റേ കറണ്ടും കാര്യങ്ങളും പവർ ഒത്തിരി വേണം. ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുതല. അപ്പൊ അതിനു വേണ്ടിയാണ് രാത്രി സമയങ്ങളിൽ ഇവര് ശരിക്കും ഈ നമ്മുടെ വാട്ടർ ബോഡീസിലോട്ടൊക്കെ ചിലപ്പം ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഇതിന് ആസ് എ സ്റ്റുഡന്റ് എന്ത് ചെയ്യാന്ന് വെച്ചാല് എന്ത് ചെയ്യാൻ പറ്റും സാറേ? കണ്ടുപിടിക്കാന്നുള്ളതല്ല, നമുക്ക് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഒരു അല്ല. ലീഗൽ സിസ്റ്റത്തിനെ കുറച്ചും കൂടെ നിയമങ്ങൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കുന്ന രീതി പൊല്യൂഷൻ ബോർഡിന്റെ കൂടെ വർക്ക് ചെയ്ത് അവർക്കൊരു വേണമെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് പോലെ വല്ലതും നമുക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യാം. പിന്നെ വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഇൻഡസ്ട്രീസിന്റെ അടുത്തൊക്കെ ഉള്ള കുറച്ച് നമുക്കൊരു സോൺ ഫിക്സ് ചെയ്യണം. ആ ഫിക്സ് ചെയ്യുന്ന സ്ഥലത്ത് അവിടുന്ന് വരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. ഇവരുടെ ഇൻഡസ്ട്രി ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടിന്റെയും ക്വാളിറ്റി നമുക്ക് ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ സ്യൂവേജ് ആണെങ്കിൽ നമുക്കറിയാം BOD ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്യൂവേജിന്റെ BOD വാല്യൂസ് ഒക്കെ ചിലപ്പോൾ ഹൈ ആയിരിക്കും. അപ്പൊ അത് വെച്ചാണ് നമ്മൾ പറയുന്നത് ആ സ്യൂവേജ് ഇൻഫ്ലോ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതേപോലെ ഏത് ഇൻഡസ്ട്രിയാണ് അവിടുന്ന് വരുന്ന എന്തൊക്കെ ആയിരിക്കാം വരാൻ സാധ്യത നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. അതെല്ലാം എനിക്കിപ്പോ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് CSIRന്റെ തന്നെ ലാബുകളുണ്ട്. അങ്ങനെ അത് ചെയ്യാൻ പറ്റും. വാട്ടർ ക്വാളിറ്റി വെച്ച്, അതായത് ഇപ്പൊ എല്ലാം ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇവരെ ചെന്ന് വെറുതെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ പ്രൂഫ് കാണത്തില്ല. ഈ ക്വാളിറ്റി അനാലിസിസ് ഒരു പ്രൂഫ് ആയിരിക്കും കൊടുക്കാൻ പറ്റുന്നത്. കാരണം ബിഫോർ എൻട്രിങ് ദാറ്റ് സോൺ വെള്ളത്തിന്റെ ക്വാളിറ്റീസ് പാരാമീറ്റേഴ്സ് ഇതൊക്കെ ആയിരുന്നു. നിങ്ങളുടെ സോൺ കഴിഞ്ഞതിന് ശേഷം ഇന്ന ക്വാളിറ്റി ഇതാണ് വന്നേക്കുന്നത്. അപ്പൊ നാച്ചുറലി ഇത് നിങ്ങളുടെ ഇതിൽ നിന്ന് തന്നെ, പക്ഷെ വേറെ ഫാക്ടറീസ് ഒന്നും അടുത്തില്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അത് വെച്ചിട്ടേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ആൻഡോ. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് ഡെയിലി ലൈഫ് പ്രോബ്ലംസിന് സൊല്യൂഷനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കി YIPയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഈ കിച്ചണിലൊക്കെ ആണെങ്കിൽ ചില ഡേഞ്ചറസ് ടൂൾസ് കാണും. അത് ഉപയോഗിക്കാൻ പലർക്കും പേടി കാണും. അതൊക്കെ നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ അതിനെ വേറൊരു ടൈപ്പ് പ്രൊഡക്റ്റ് ആക്കി ആ യൂസിന് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി നമുക്ക് YIPയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആണോ ഉദ്ദേശിക്കുന്നത്? കിച്ചണിൽ എന്ന് പറയുമ്പോൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അല്ല, വെള്ളവും എല്ലാം ഉൾപ്പെടും. എല്ലാം ടൈപ്പ്. തീർച്ചയായിട്ടും ഐഡിയ കൊടുത്താൽ മതി. ആദ്യം പ്രോട്ടോടൈപ്പും പ്രോഡക്റ്റ് ഒക്കെ വഴിയെ ചെയ്താൽ മതി. നല്ലൊരു ഐഡിയ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാണ് ആദ്യത്തെ ഘട്ടം. അങ്ങനെയൊക്കെയാണല്ലോ തേങ്ങ സാധനങ്ങളും ഒക്കെ ഉണ്ടായി വന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിൽ കൂടെയാണ് ഇപ്പൊ എളുപ്പത്തിൽ ചെയ്യുന്നത് നമ്മൾ. താങ്ക് യു.
നയോമി. മാം, എൻ്റെ ചോദ്യം എന്നത് നമ്മൾ മലിനജലം പുനരുപയോഗിക്കും എന്നത് പറഞ്ഞു. അപ്പൊ ഈ ജലത്തെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം? ഇപ്പം അതൊന്ന് പറഞ്ഞു തരാവോ? എന്ത് യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞ? മലിനജലം നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യാം? മലിനജലം നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കൃഷി ചെയ്യാൻ യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ടോയ്ലറ്റ് ഫ്ലഷിങ്ങിന് യൂസ് ചെയ്യാം. നമുക്ക് കുളിക്കാനൊന്നും അത് എടുക്കണ്ട, പക്ഷെ നമുക്ക് ഫ്ലഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെയിനായിട്ട് നമുക്ക് വീടുകളിലാണെങ്കിൽ നമ്മൾ അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പുറത്തോട്ടൊക്കെ ആണെങ്കിൽ വലിയ അഗ്രികൾച്ചർ ഫാംസിലും അതിനൊക്കെ യൂസ് ചെയ്യാം. എന്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ മാഡം. പിന്നെ നല്ല ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ള കൺട്രീസിലൊക്കെയാണ് അതേ വെള്ളമാണ് കുടിക്കുന്നതും. നമ്മുടെ വാട്ടർ സിസ്റ്റത്തിലോട്ട് തന്നെയാണ് അത് കയറിപ്പോകുന്നത്. പക്ഷെ അത്രയും നമുക്ക് ഇവിടെ അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. അല്ല, ഈ കുട്ടിയുടെ ചോദ്യത്തിന് ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. എന്താ വെച്ചാല് ജപ്പാനിലൊരു യൂത്ത് ഇന്ററാക്ഷന്റെ കാര്യമായിട്ട് ഒരു KV സ്കൂളിലൊരു കുട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. എന്താ വെച്ചാല് അവിടെ ചെന്നപ്പോ അവരുടെ മുനിസിപ്പൽ വേസ്റ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റിൽ ചെന്നപ്പോ ഒരു ഈച്ച പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിന് അടുക്കള പോലും അത്ര വൃത്തിയാവില്ല എന്നുള്ളത്, അത്രയും വൃത്തിയായിട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വെറുതെ ചോദിച്ചു, നീ കുടിച്ച വെള്ളം എന്തായിരുന്നു? അപ്പൊ അവൻ പറഞ്ഞു മിനറൽ വാട്ടറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് സ്വേജ് ആണ് കുടിക്കാൻ തരുന്നത്. ജർമ്മനി, ജപ്പാൻ, ഇവിടെയൊക്കെ അത് വലിയൊരു, അത് പറഞ്ഞപ്പോഴാണ് അവൻ സംഭവം ശരിയാണെന്ന് അവൻ മനസ്സിലായത്. കാരണം അവൻ അങ്ങനെ ഒരു പ്ലാന്റ് പോയി കണ്ടായിരുന്നു, ഈ സ്വേജ് ട്രീറ്റ് ചെയ്യുന്ന ഇത്. എന്നിട്ട് അവിടുന്ന് ആ വെള്ളം തന്നെയാണ് അവർ ബോട്ടിൽ ചെയ്തിട്ട് കുടിക്കാൻ കൊടുക്കുന്നത്. എല്ലാം നമ്മുടെ നാട്ടിലും നടപ്പാക്കണമെങ്കിൽ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ച് കൈകോർക്കണം. അപ്പം മാഡം പറഞ്ഞ പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, വാട്ടറും ഗ്രൗണ്ട് വാട്ടറും വാട്ടർ റിസർച്ച് മാനേജ്മെന്റും ഒരു പിടി സോഷ്യൽ ആസ്പെക്ട് കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അവയർനെസ്, അവബോധനം നന്നായിട്ട് നടത്തണം. കുട്ടികളുടെ ഒരു പ്രോജക്റ്റിന് ഈ വെള്ളത്തിനെ പറ്റിയുള്ളൊരു അവയർനെസ് സൃഷ്ടിക്കുന്നതാവും. ഇപ്പൊ YEP നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കണം തന്നെ പറയുന്നില്ല, റിസർച്ച് പ്രോജക്ട്സും എൻകറേജ് ചെയ്യാറുണ്ട്. ഇത്രയും ക്രിട്ടിക്കൽ ആയൊരു റിസോഴ്സ് ആണ് വാട്ടർ എന്നിരിക്കെ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. IIT മദ്രാസിലൊരു ഡോക്ടർ പ്രദീപ് അല്ലെ, പ്രദീപ്, പുള്ളിയുടെ വാട്ടർ ലാബ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. നാനോ ടെക്നോളജി, ഈ പ്യൂരിഫിക്കേഷനകത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്രാസ് ചെന്നൈ ചുറ്റിപ്പറ്റിയാണോ അതോ കേരളത്തിലൊക്കെ? കേരളത്തിലൊന്നും ചെയ്യുന്നില്ല, ചെന്നൈ അങ്ങോട്ടാണ്. നമുക്ക് എന്തെങ്കിലും കൊളാബറേഷൻ ഒക്കെ ഉണ്ടെന്ന് നല്ലതായിരിക്കും. അതെ, KDISCന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ IIT ബോംബെ എന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ഈ ജലനിരപ്പ് ഉയർന്ന പ്രശ്നമുണ്ടല്ലോ കുട്ടനാട്, എന്നിട്ട് ഈ ടോയ്ലറ്റ്സ് ഒക്കെ ക്ലോഗ് ചെയ്യുന്ന, അതിനുവേണ്ടി കുറച്ച് വർക്കൊക്കെ നടത്തിയത് IIT ബോംബെ KC നാരായണൻ എന്നൊക്കെ പറയും. NC നാരായണൻ. ഓക്കെ. എന്നിട്ട് കുറച്ച് ദൂരം അവര് ടോയ്ലറ്റ് ടെക്നോളജീസ് ഒക്കെ ട്രൈ ചെയ്തു. അപ്പം അപ്പോഴും ഉള്ള പാഠങ്ങളാണ് ഇതെല്ലാം. NC നാരായണൻ സാർ ചെയ്ത ഒരു വർക്കാണ് മറ്റേ നമ്മുടെ ആലപ്പുഴയില് ഒരു 58 സ്ലം വീടുകളുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇതുപോലെ സ്യൂവേജ് ഇതൊന്നുമില്ല, ചുമ്മാ വെറുതെ ഇതിനകത്തോട്ട് ഇട്ടുമായിരുന്നു. അവർ ആ 58 സ്ലംസിന്റെയും ഇതുപോലെ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒരു സെന്റ് ഭൂമി പോലും വേണ്ടെന്ന് തോന്നുന്നു, അത്രയും സ്ഥലത്ത് അവരൊരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കി. അതായത് നമ്മുടെ വെറ്റ്ലാൻഡ് പോലത്തെ ഒരു സിസ്റ്റം, വളരെ ചെറുതാണ്. ഈ കാന ചെടികളും ഒക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ട് ആ വെള്ളം അവർ തിരിച്ച് ആ ഒരു തോടിലോട്ട് തന്നെയാണ് ഇപ്പൊ അവര് വിടുന്നത്. അപ്പൊ അത് വളരെ നല്ല, നമ്മൾ നോക്കുമ്പോൾ നല്ല ക്ലീൻ വാട്ടർ ആണ് അതിനകത്ത് പോകുന്നത്. പക്ഷെ അതിൽ ഒരാളെ എങ്ങാണ്ട് അവര് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മോണിറ്റർ ചെയ്യാനൊക്കെ നിർത്തിയിരുന്നു. പക്ഷെ ഇപ്പം അത് ഇനി എങ്ങനെയാന്നുള്ളതൊന്നും നോക്കണം. അവർക്ക് ഈ ആൾക്ക് ശമ്പളം കൊടുക്കാൻ അത് അവര് എനിക്കൊന്ന് റെസിഡൻസ് അങ്ങനെ ആളുകളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് പക്ഷെ നല്ലതായിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം അത് അവര് മാത്രമല്ല, കില, IIT ബോംബെ, പിന്നെ ഒരു സ്റ്റാർട്ടപ്പ്, അവരെല്ലാരും കൂടെ ചേർന്നാണ് അത് ചെയ്തത്. സക്സസ്ഫുൾ ആയിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഫർദർ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എനിക്കൊന്ന് 2 ചോദ്യങ്ങളൂടെ എടുക്കാനും കാര്യം 9 മണിക്കെങ്കിലും നിർത്താം എന്നുള്ള ഇതിനാണെങ്കിൽ, സൈൻ ചോദിച്ചാണോ ആദ്യം? സൈൻ ആദ്യം ചോദിച്ചതല്ലേ? അതെ, എന്നാലും സംശയമുണ്ട് ഒരുപാട് സാറ്. അപ്പൊ ഈ ഫാക്ടറിന്ന് കെമിക്കലായിട്ട് വേസ്റ്റ് വാട്ടർ ഡംപ് ചെയ്യുമ്പോൾ നമുക്കത് അപ്പത്തെ
തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് ആ റിവറിലേക്ക് ഇതാക്കി കൂടെ? അപ്പോൾ ആ റിവറിൽ ഫിൽറ്റർ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ? ഈ ഫാക്ടറിയിൽ നിന്ന് കെമിക്കൽ ആയിട്ടുള്ള വെള്ളം റിവറിലേക്ക് പോകുമ്പോൾ അത് ഒഴുക്കുന്നതിന് മുന്നേ അത് ഫിൽറ്റർ ആക്കണം, എന്നിട്ട് ആ റിവറിലേക്ക് വിടുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ. അതിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് ഇത്ര ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ ഉണ്ട്. ഇത്ര ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ട്, ആ വെള്ളത്തിനൊരു സ്വഭാവമുണ്ട്, അതിനൊരു സെൽഫ് പ്യൂരിഫിക്കേഷൻ ഇതുണ്ട്. കാരണം അത് നമ്മളിപ്പോ കുറെ അഴുക്ക് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടാലും നല്ല വെലോസിറ്റിയിലൊക്കെ ഒഴുകിപ്പോകുന്ന വെള്ളമാണെങ്കിൽ കുറെ ദൂരെ എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഇതെല്ലാം പോവും. സെൽഫ് പ്യൂരിഫൈ ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് ഉള്ളിൽ BOD 30 ഇങ്ങനെയൊക്കെ ഒരു വാല്യൂ ഉണ്ട്. അതിനുള്ളിൽ ഉള്ളത് മാത്രമേ നമുക്ക് വെള്ളത്തിലോട്ട് ഇടാവൂ. അതല്ലെങ്കിൽ അത് ശിക്ഷ കിട്ടുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ. ഓക്കെ, ഹരിചന്ദ്. എന്റെ ചോദ്യം, ഒരു പൈപ്പിൽ ഇപ്പൊ ഒരു ലീക്കേജ് കണ്ടെത്തി. ആ ലീക്കേജ് ഏതെങ്കിലും ഡിവൈസ് വെച്ച് ഇപ്പൊ അത് ട്രാക്ക് ചെയ്തു. അതെങ്ങനെ ഒരു ഡിജിറ്റൽ ട്വിൻ മോഡൽ ആക്കാം? അതാക്കണം, അതാണ് വർക്ക്. എങ്ങനെ ആക്കണം എന്ന് വെച്ചാൽ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സൊല്യൂഷൻ ഇവിടെ കിട്ടിയിട്ടില്ല. അതായത് നമ്മുടെ വീടുകളിലോട്ട് വരുന്ന വെള്ളം, ഇപ്പം വെള്ളമ്പലത്തിൽ നിന്നോ എവിടുന്നെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന വെള്ളം, അതിനകത്ത് കുറെ വെള്ളം വിചാരിക്കുന്ന അത്രയും വെള്ളം എത്തുന്നില്ല. കുറെ വെള്ളം വഴിയിൽ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. കാരണം പഴയ പൈപ്പ് ലൈൻസ് ഒക്കെയാണ്, അതിനകത്തൊക്കെ ചെറിയ ജോയിന്റ്സിന്റെ സ്ഥലത്തൊക്കെ ലീക്ക് ആയി പോകുന്നുണ്ട്. അപ്പൊ അത് ട്രാക്ക് ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ അത് ചെയ്യാൻ അതൊരു ഇന്നോവേഷൻ ആണ്. അത് ചെയ്താൽ വലിയ നല്ലൊരു വർക്കായിരിക്കും. അതെ, കുറച്ച് അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും. അധ്യാപനത്തിൽ തുടങ്ങാം. അധ്യാപനത്തെ കൂട്ടുപിടിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള ഏജൻസികൾ, കാര്യങ്ങൾ, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരുകൾ നമ്മൾ പറഞ്ഞല്ലോ. വാട്ടർ അതോറിറ്റിയുടെ കൂടെ ചേർന്നാൽ മതി ചെയ്യാൻ പറ്റുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ചേർന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ടർ അതോറിറ്റിയുടെ കൂടെ ചേർന്നാണ് ആദ്യമായിട്ട് ജെൻ റോബോട്ടിക്സ് ടീം തുടങ്ങിയത് വർക്ക്. അപ്പൊ ഞാൻ അതിന്റെ ഇവാലുവേഷൻ ടീമിലുണ്ടായിരുന്നു. അപ്പം സാധാരണ പോലത്തെ ഒരു 5 പിള്ളേർ വന്ന് വാട്ടർ അതോറിറ്റിയുടെ കൂടെ സ്റ്റാർട്ടപ്പിലെ കുറച്ച് പേരും കൂടെ വന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്നൊക്കെ ഇവര് വളരെ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ നിൽക്കുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ ഇത് വിജയിച്ചാൽ നിങ്ങൾ മൾട്ടി ബില്യനേഴ്സ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ അവർ വിജയിച്ചു. അതാണ്. അപ്പൊ വാട്ടർ അതോറിറ്റി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവരുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വാട്ടർ അതോറിറ്റി തന്നെ എടുത്തു. 10 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റി കൊടുത്തു. അത് പല എക്സ്പെരിമെന്റ് ആയിട്ട് ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു അന്ന് വാട്ടർ അതോറിറ്റി. ക്ലീൻ ചെയ്യുന്ന റോബോട്ട് അല്ലേ? അത് സ്വച്ഛ് ഭാരത് ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു അത്. അതുകൊണ്ട് അതിന് നല്ല വിസിബിലിറ്റി കിട്ടി അവർക്ക്. അതെ, അതൊരു വലിയ, പിന്നീട് അത് സ്റ്റാർട്ടപ്പ് മിഷൻ ഏറ്റെടുത്ത് അതിനെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ആക്കി. പക്ഷെ ആ ഓരോ ലെവൽ ഓഫ് പ്രസന്റേഷനിൽ അവര് വരുമ്പം ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ചേഞ്ച് ഓഫ് ആ പ്രൊഫഷണലിസവും എല്ലാം അവരെ അതിനകത്ത് കൊണ്ടുവന്ന്, പിന്നെ ആ ഒരു ടീമിന്റെ ഒരു സിനർജി ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലതായിട്ട് അത് കൊണ്ടുവന്നു. അതാണ് അവര് വിജയിച്ചത്. മലപ്പുറത്ത് ഒരു കോളേജിൽ നിന്ന് ജസ്റ്റ് പഠിച്ചിറങ്ങിയ കുട്ടികളാണ്, സാധാ ഇതായിട്ട് വന്ന പിള്ളേരാണ്. അതെ, അതുപോലത്തെ പല കമ്പനികളും പിന്നെ സ്റ്റാർട്ടപ്പുകൾ ഇതിൽ നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഈ കുട്ടി ചോദിച്ച മറ്റേ വെള്ളത്തിന്റെ ലീക്കേജ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കും, 100% വിജയിക്കും. ഓക്കെ, എനിക്കൊന്ന് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഉണ്ടാവാം. ഇനിയുള്ള ചോദ്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അയക്കുക. അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് ജില്ലാ പ്രതിനിധിക്ക് കൊടുക്കുക. എന്നിട്ട് അതുവഴി നമ്മൾ ഹെഡ് ഓഫീസിലും പരിശോധിക്കാം. സോ എക്സ്പേർട്സിനെ ബന്ധപ്പെട്ട് ഡോക്ടർ സുജയ് പോലുള്ള എക്സ്പേർട്സിനെയൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അഭിജിത്ത്. വളരെ ഡീറ്റെയിൽഡ് സെഷനാണ് പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വളരെ ദൈർഘ്യത്തോട് തന്നെ മാം സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സുജയ മാമിന് ആദ്യം തന്നെ വലിയൊരു നന്ദി പറയാണ്. കുട്ടികൾക്ക് ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ഒരു സെഷൻ എടുത്തതിനും അത്ര ക്ഷമയോടുകൂടി ഓരോന്നും അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പോയതിനും എല്ലാം.
ആൻഡ് ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾക്കും വലിയൊരു നന്ദി. ഇത്രയും നേരം കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യുകയും കൃത്യമായ ചോദ്യങ്ങളും ഒക്കെ ഓരോ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നു. ഒപ്പം നമ്മുടെ പ്രോഗ്രാം മാനേജർ ബിജു പരമേശ്വരൻ സാറും ജോയിൻ ചെയ്യുകയും ഇടയ്ക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാനും ഒന്ന് മാറിയുന്നത്, സാറ് സംസാരിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും YAP ടീമിന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതായത് ജില്ലാ കോർഡിനേറ്റർമാരുമായിട്ട് കൃത്യമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സ്പേർട്ടുമായിട്ട് കണക്ട് ചെയ്ത് ആ ചോദ്യത്തിന്റെ ഡൗട്ട്സ് ആണെങ്കിലും ക്ലിയർ ചെയ്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇവിടെ സോറി പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ലാപ്ടോപ്പ് സ്റ്റാർട്ട് ആവുന്നില്ല, എന്തോ വെച്ചാൽ ആ സമയമായപ്പോ അത് ഓൺ ആവുന്നില്ല. എന്തോ ഹാങ് ആയതാണോ എന്തോന്നറിയില്ല. പിന്നെ ഞാൻ എന്റെ ഫോണിൽ കൂടെ ചെയ്യാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല. പിന്നെ ലാപ്ടോപ്പ് ഒന്ന് ഓൺ ആയാലല്ലേ അത് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഞാൻ ഇവിടെ ഒരു പവർ ബാങ്ക് ഇരുന്നു, അതൊക്കെ വെച്ച് ഞെക്കിയൊക്കെ ചെയ്തപ്പോ ഒന്ന് ഓണായി. അങ്ങനെയാണ് ഞാൻ പിന്നെ അഭിജിത്ത് മറ്റേ മെയിലിലോട്ട് ഇട്ടിട്ട് പിന്നെ തപ്പി ഹസ്ബൻഡിന്റെ ഒരു ലാപ്ടോപ്പ് തപ്പി എടുത്തോണ്ട് വന്നു. മാം അറിയാം, മാം ഒത്തിരി കഷ്ടപ്പെട്ടു ആ ടൈമിലാണെങ്കിൽ. ഇന്ന് തന്നെ അത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മാം അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഞാനും പറഞ്ഞത്, വലിയൊരു താങ്ക്സ് മാം. ഇന്ന് തന്നെ അത് കണ്ടക്ട് ചെയ്യണം എന്നുള്ള ആ ഒരു നമ്മുടെ എന്താ പറയാ തീരുമാനത്തിന് മാം തന്നെ യോജിച്ചുകൊണ്ട് ഫുൾ ടൈം നിന്നു, ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. താങ്ക് യു.